ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ദി ഒബ്ജക്ട്സ് ഹാവ് ടു ബി പോയിന്റ് ഒബ്ജക്ട്സ്. ഓക്കെ, ഒബ്ജക്ട് പോയിന്റ് ഒബ്ജക്ട്സ് ആയാൽ മാത്രമേ ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ദിസ് വൺ ഈസ് എ റോഡ്. ഈ M1 എന്ന് പറയുന്ന ഒരു റോഡും ഇത് M2 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഒബ്ജക്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല, ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു gm1m2 by r square. That is not true. Okay, gm1m2 by r square എന്ന് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റില്ല if it is not a point object. ഓക്കെ, അതർ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഒരു സ്മോൾ എലമെന്റ് എടുത്തിട്ട് അതിലെ സ്മോൾ എലമെന്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് ഫോർ സ്ഫിയേഴ്സിന് എന്താ ചെയ്യാം, ഫോർ ഔട്ട്സൈഡ് പോയിന്റ് സ്ഫിയർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് പോയിന്റ്. ഔട്ട്സൈഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്ഫിയറിന്റെ പുറത്താണ് മറ്റൊരു സ്ഫിയർ എന്നുണ്ടെങ്കിൽ they can be treated as point objects. Okay, for spheres outside point ലാണെന്നുണ്ടെങ്കിൽ for outside point sphere can be treated as point objects. Okay, can be treated as point objects. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞു എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എപ്പോഴാണ്. അപ്പൊ ഈ കേസിൽ എന്ത് ചെയ്യാം, F is equal to gm1m2 by r square എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ അപ്ലൈ ദാറ്റ് ഇക്വേഷൻ. സോ അതാണ് ഗ്രാവിറ്റേഷന്റെ കേസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കേസ്. ഓക്കെ, ഈ ജിന്റെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, 6.6 into 10⁻⁻11. ഓക്കെ, സോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പൊ സാധാരണ ഒരു പ്ലാനറ്റ്സിന്റെ കേസിലാണ് നമ്മൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം പറയുന്നത്, അല്ലേ? So suppose we have a planet. On the surface of it we have a point mass m. We have a mass m. So the mass of the planet is m and its radius is r. If its radius is r, then at the surface, at the near point to the surface in അടുത്ത് എന്തായിരിക്കും, the force will be g capital M divided by r square എന്ന് വരും. g capital M divided by r square. So the acceleration due to gravity will be force by mass, that is gm by r square. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, acceleration due to gravity എന്ന് പറയുന്നത്. Okay, so for earth g at the surface എത്രയാണ്, that is 9.81 meter per second square. 9.8. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വർക്ക് എനർജി പവറിലും 1 ഡയമെൻഷനിലൊക്കെ ജിയുടെ വാല്യൂ 10 എടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ്. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് ജി ആണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത്. വേരിയേഷൻ ഓഫ് ജിയുടെ വേരിയേഷൻ നമ്മൾ സർഫസിലെ ജി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി due to height how does this vary, due to depth how does this vary, due to rotation how does this vary, അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സോ അടുത്ത വേരിയേഷൻ ഓഫ് ജി. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ഡ്യൂ ടു ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ഫ്രം ദി സർഫസ്. സോ ഞാൻ ഇവിടെ ഒരു സംഭവം എടുത്തു. This is our earth, the object അല്ലെങ്കിൽ we have to find g at a height of h from the surface of earth. So force വരെ എന്തായിരിക്കും, gm by total distance r എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ g will be, അല്ലെങ്കിൽ g at a height h will be gm by small r square എന്ന് വരും. നേരത്തെ ക്യാപിറ്റൽ r സ്ക്വയറിൽ ഇപ്പോൾ സ്മോൾ r സ്ക്വയർ. that is gm by r plus h the whole square. This can be written as this. Okay, gm by r plus h the whole square. ഇതിനകത്ത് എഴുതാം ഡ്യൂ ടു ഹൈറ്റ് ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ g is inversely proportional to r square എന്ന് വേണമെങ്കിൽ പറയാം. For outside points g is inversely proportional to r square. ഇനി ഇതിനകത്ത് ചെറിയൊരു അപ്രോക്സിമേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
അപ്രോക്സിമേഷൻ അല്ല, കറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ, ഇതിനകത്ത് നിന്ന് 6 പുറത്തെടുത്താൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ അല്ലേ, 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. സോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ 6, അപ്പൊ ഈ സ്ക്വയർ ഇതിന് കൊടുക്കാം. അപ്പൊ ഇറ്റ് വിൽ ബി ജി എം ബൈ ആർ സ്ക്വയർ, ദാറ്റ് വിൽ ബി ജി ഇറ്റ്സെൽഫ്. സോ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. GH is equal to G divided by 1 plus H by R the whole square. Okay, that is also another equation. Okay, so ഇവിടെ ഒന്നും approximations ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് നടത്തിയത്. ഓക്കെ, സോ ഈ ഇവിടെ എന്താ ചെയ്ത് ഈ സ്ക്വയർ ഇതിന് കൊടുത്താൽ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് വരും. അത് സർഫസിലെ ജി ആണ്, ജി അറ്റ് ദി സർഫസ്, ജി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. സോ ദാറ്റ് വിൽ ബി ജി എച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ഇനി ഇതിനകത്ത് ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്, ഒരു അപ്രോക്സിമേഷൻ സ്മോളർ ഹൈറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷൻ ആണ്. അപ്രോക്സിമേഷൻ എന്താന്ന് വെച്ചാൽ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റേസ് ടു -2 അല്ലെ. ആ സംഭവത്തിന് മുകളിലോട്ട് എടുക്കുമ്പോൾ അതിന്റെ പവർ എന്തായിട്ട് വരും, നെഗറ്റീവ് ആയിട്ട് വരും, നെഗറ്റീവ് ആയിട്ട് വരും. നമ്മൾ ഫിസിക്സിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് 1 പ്ലസ് എൻ എക്സ് എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷൻ. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഇത് പലയിടത്തും നമ്മൾ ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാറുണ്ട്. 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് 1 പ്ലസ് എൻ എക്സ് if x is very very less than 1, only if the value of x is very very less than 1, 1നെക്കാളും വളരെ ചെറുതാണെങ്കിൽ, say 0.0001 അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് 1 പ്ലസ് എൻ എക്സ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതും. ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതുമ്പോൾ അതിനകത്ത് ഹയർ പവർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 പ്ലസ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ, 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ. എക്സിന്റെ വാല്യൂ തന്നെ വളരെ ചെറിയ വാല്യൂ ആണ്, അപ്പൊ എക്സ് സ്ക്വയറിന്റെ വാല്യൂ പിന്നെയും ചെറുതാവല്ലേ, 1നെക്കാളും 0ന്റെയും 1ന്റെയും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഇപ്പൊ 0.5ന്റെ സ്ക്വയർ എത്ര 0.25 ആണ്, പിന്നെയും കുറയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എടുക്കുന്ന വാല്യൂ വളരെ ചെറുതാണ്, 0.001 ആണെന്ന് വിചാരിച്ചു, എന്ന് വെച്ചാൽ 10⁻³ ആണ്. അതിനെ സ്ക്വയർ ചെയ്താൽ എന്താവും 10⁻⁶ ആവും, അല്ലെങ്കിൽ 10⁻⁵ ആണ് എടുക്കുന്നത്, അതിനെ സ്ക്വയർ ചെയ്താൽ പിന്നെ 10⁻⁻10 ആവും, എന്ന് വെച്ചാൽ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഹയർ പവർ ടേംസ് പിന്നെയും പിന്നെയും ചെറുതായി പോവാണ്, വി നെഗ്ലക്ട് ദോസ് ടേംസ്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം എക്സിന്റെ വാല്യൂ തന്നെ വളരെ ചെറുതാണ്, എക്സ് സ്ക്വയറിന്റെ വാല്യൂ പിന്നെയും ചെറുതാവണം ചെയ്യും. ഓക്കെ, അതേപോലെ 1 പ്ലസ് എക്സ് ദി ഹോൾ ക്യൂബ് ആണെങ്കിൽ 1 പ്ലസ് 3x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് വരും, എ പ്ലസ് ബി ദി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്താൽ. അതിനകത്തും 1 പ്ലസ് 3x എന്നുള്ള ഫസ്റ്റ് ടേം മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയുള്ള ഹയർ പവർ ടേംസ് വി നെഗ്ലക്ട്. സോ അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് 1 പ്ലസ് എൻ എക്സ് ഇഫ് എക്സ് ഈസ് വെരി വെരി ലെസ് ദാൻ 1. സോ ഇത് നമ്മൾ ഫിസിക്സിലെ പലയിടത്തും ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എച്ചിന്റെ വാല്യൂ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇഫ് എച്ച് ബൈ ആർ ഈസ് വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇഫ് എച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ ആർ, we can approximate this equation as gh is equal to g into 1 minus 2h by r. gh is equal to g into 1 minus 2h by r. അപ്പോൾ മനസ്സിലായോ ഇവിടെ എന്താണ് എക്സിന്റെ വാല്യൂ എന്താ, the value of x is h by r here, n is -2 here. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ -2h by r എന്നാണ്. g dash is equal to അല്ലെങ്കിൽ gh is equal to g into 1 minus 2h by r. സോ ഇത് എപ്പോൾ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഈ എച്ചിന്റെ വാല്യൂ ആറിനേക്കാളും വളരെ ചെറിയ വാല്യൂ ആകുമ്പോൾ, ആറിന്റെ വാല്യൂത്തിന് 6300 അല്ലെങ്കിൽ 6400 കിലോമീറ്റേഴ്സ് ആണ്. സോ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ 10 കിലോമീറ്റർ 50 കിലോമീറ്റർ ഈ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം, കാരണം ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് എ വെരി സ്മോൾ വാല്യൂ. ഓക്കെ, സോ വി കൻ യൂസ് ദിസ് ഇക്വേഷൻ. സോ ഇതാണ് വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ്. g into 1 minus 2h by r can be used only for small height compared to the radius of earth. എർത്തിന്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ഹൈറ്റ്സിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഡ്യൂ ടു ഡെപ്ത് ആണ്. ഡ്യൂ ടു ഡെപ്ത്. സോ ഡ്യൂ ടു ഡെപ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്തു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് ഈ സംഗതി ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഒരു ഇൻസൈഡ് പോയിന്റ് കൺസിഡർ ചെയ്യണം. സോ ഇവിടുത്തെ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? സോ ഈ പോയിന്റിലെ ഫീൽഡാണ് നമുക്ക് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Then we have to take only this much mass include. അത് റേഡിയസ് ആയിട്ട് വരുന്ന ഈ റീജിയനിലുള്ള, ഓക്കെ, സോ ഇത് ഡെപ്ത്, so this is depth d, this is the distance from the center. നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ശരിക്കും ഇവിടെ ഗ്രാവിറ്റേഷനിലെ ഗോസസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അതിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത മാസ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷനിൽ അതിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡി ഡെപ്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ഡിസ്റ്റൻസ് 6 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്ന മാസ് മാത്രം എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഏതിൻ്റെത് ഡിറൈവ് ചെയ്യുന്നത്? ഇൻസൈഡ് പോയിന്റിന്റെ ഡിറൈവ് ചെയ്യുന്നത്. സോ ജി അറ്റ് എ ഡെപ്ത് ഡി ഈസ് ഗിവൺ ബൈ G mass enclosed divided by small r square. G mass enclosed divided by small r square. So mass enclosed എന്തായിരിക്കും? Mass enclosed will be the density of earth, density of earth into 4/3 pi r cube. അല്ലെ, ആ സ്മോൾ വോളിയം. മാസ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അത്രയും റീജിയന്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ മതി. സോ G depth will be G mass enclosed എന്ന് എഴുതാം, rho into 4/3 pi r cube divided by r square. So r square ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു 6 ബാക്കി ഉണ്ടാവും. ഇതിനകത്തുനിന്ന് ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. G പണ്ടേ കോൺസ്റ്റന്റ് ആണ്, 4/3 pi അതിന്റെ മുമ്പേ കോൺസ്റ്റന്റ് ആണ്. ആകെ ഇതിനകത്ത് വേരിയബിൾ റോയും ആറും. ഡിഫറെന്റ് പ്ലാനറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റോ ആൻഡ് ആർ. ഓക്കെ, സോ ജി ഡെപ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ചില കേസസിൽ ഇത് ആവശ്യം വരും. അതേപോലെ സർഫസിലാണെങ്കിൽ ഫുൾ മാസ് എൻക്ലോസ്ഡ് വരും, 4/3 pi r cube ആർന്ന് വരും. സർഫസിലാണെങ്കിലും ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡെൻസിറ്റി ഇൻറ്റു റേഡിയസ്, ഫുൾ റേഡിയസ്. ഔട്ട്സൈഡ് പോയിന്റിന് എന്ത് ട്രൂ അല്ല, ഔട്ട്സൈഡ് പോയിന്റിന് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഔട്ട്സൈഡ് പോയിന്റിന് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി എഴുതാം. ഡെൻസിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? ഡെൻസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് റോ ഇസ് ഈക്വൽ ടു ഫുൾ മാസ് ഡിവൈഡഡ് ബൈ ഫുൾ വോളിയം എന്ന് എഴുതാം. ഡെൻസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ഫുൾ മാസ് ഡിവൈഡ് ബൈ ഫുൾ വോളിയം. സോ ജി അറ്റ് ഡെപ്ത് വിൽ ബി ജി ഇൻറ്റു ഫുൾ മാസ് എന്തായിരുന്നു? ഡെൻസിറ്റി എന്തായിരുന്നു? m/3 4/3 pi r cube into 4/3 pi r എന്ന് വരും. സോ 4/3 pi ക്യാൻസൽ ചെയ്താണ്. സോ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നത് G depth is equal to gm by r cube into r എന്ന് വരും. ഓക്കെ, G depth is equal to gm by r cube into r. ഈ r ക്യൂബിനെ വേണമെങ്കിൽ എന്ത് എഴുതാം? r square into r എന്ന് എഴുതാം. R cube can be written as r square into r. അതിനകത്ത് gm by r square എന്തായിരിക്കും? gm by r square will be g at the surface. So g at depth is given by g at depth will be gm by r square, that will be g at the surface. ബാക്കി ഒരു r കൂടി ബാക്കി ഉണ്ടാവും into r by r. Okay, but due to depth it is proportional to r. Inside it is proportional. ഇനി വേണമെങ്കിൽ എന്ത് എഴുതാം? സ്മോൾ ആറിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ഫിഗർ നോക്കിയേ. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഇത്രയാണ് ക്യാപിറ്റൽ ആർ, ഇത്രയാണ് ക്യാപിറ്റൽ ആർ, അതായത് സർഫസ് വരെയാണ് ക്യാപിറ്റൽ ആർ. സോ എന്താണ്? ആരപ്പോ മെസ്സേജ് എന്താണ്? സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ആർ മൈനസ് ഡി എന്ന് എഴുതാം അല്ലെ? ആർ മൈനസ് ഡി, അതായത് ഫുൾ ഇത്രയാണ് ക്യാപിറ്റൽ ആർ ആയിട്ട് വരുന്നത്. അതിനകത്തുനിന്ന് ഡെപ്ത്, മോളിൽ നിന്നുള്ള ഡെപ്ത് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. മോളിൽ നിന്നുള്ള ഡെപ്ത് ആണ് ഡി എന്ന് പറയുന്നത്, സർഫസ് എന്നുള്ള ഡെപ്ത് ആണ്. സോ ദിസ് ക്യാൻ ബി ജി ഡെപ്ത് ക്യാൻ ബി റിട്ടൺ ആസ് ജി ഇൻറ്റു r minus d divided by r. So G depth is equal to G into 1 minus
d by r. 1 minus d by r. ഈ ഇക്വേഷൻ എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതോ ഡിയുടെ വാല്യൂ വളരെ സ്മോൾ ആകുമ്പോൾ മാത്രമാണോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. Can we use the variation of g with the depth as g into 1 minus d by r for all values of x, for all values of d, or is it applicable only for എന്തിനു മാത്രം സ്മോൾ വാല്യൂസ് ഓഫ് d ആണോ, അതോ ഫുള്ളിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു 1 minus 2h by r അല്ലെ, 1 minus 2h by r എന്ന് പറയുന്ന ഇക്വേഷൻ only if it is h is very very small. ഈ ഇക്വേഷനോ, this equation can be applied for all values of d, okay, because we haven't used any approximation here. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അപ്രോക്സിമേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 plus x whole raised to n എന്ന് പറയുന്ന 1 plus nx എന്ന് പറയുന്നത് that is an approximation. Okay, that is an approximation, that is not exact value. Okay, higher power values neglect ചെയ്തിട്ടുള്ള approximation ആണ് അതെന്ന് പറയുന്നത്. Okay, so that is about variation of g due to depth. ഇനി അടുത്തത് due to rotation. Due to rotation of earth, variation of g due to the rotation of earth. So അത് പറയുന്നതിന് മുമ്പ് g എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. Okay, g എങ്ങനെയാണ് with the distance വേരി ചെയ്യുന്നത്. So inside, outside, inside it is proportional to r. നമ്മൾ കണ്ടു inside it is proportional to, അല്ലെ, g dash is equal to g into r by r എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഏതാണെങ്കിലും g, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. ഇപ്പൊ gm by r cube യൂസ് ചെയ്താൽ g കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്, എർത്തിന്റെ ഫുൾ റേഡിയസും കോൺസ്റ്റന്റ് ആണ്. So it is proportional to r. Inside it is proportional to r. Outside it is inversely proportional to r. Okay, outside it is inversely proportional to r square. Now, due to rotation of earth, due to rotation of earth. So we have our earth here. It is rotating about its own axis. ഇതാണ് എർത്തിന്റെ equator. This is our equator of earth. Then we take a point on the surface of earth. എർത്തിന്റെ സർഫസിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. Then the angle from the equator made by the radius vector, radius drawn to that particular point, is called latitude. Latitude എന്ന് പറയും. Okay, that angle phi is called latitude. Equator ആ പോയിന്റിലോട്ട് വരക്കും, അല്ലെങ്കിൽ അതിലോട്ട് വരക്കുന്ന റേഡിയസിലോട്ട് ഇക്വേറ്റർ എന്നുള്ള ആംഗിളിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Then g at that particular point is given by, ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ചെയ്യുന്നില്ല, g dash is given by g minus r omega square cos square phi. Okay. G minus r omega square cos square phi, where omega is the what is omega? Omega is the acceleration due to gravity. Sorry, omega is the angular velocity of earth. Okay, what will be the angular velocity of earth? Earth's angular velocity എത്രയാണ്? എർത്തിന്റെ about its own axis angular velocity എന്ത് വരും? അല്ല, എത്രയാന്ന് വെച്ചാൽ എത്ര വരും? 2 pi by 24 hours എന്ന് വരും. 2 pi by 24 hours. 2 pi ആംഗിൾ ആണ് ടേൺ ചെയ്യുന്നത് in 24 hours. ഒരു ഡേയിലാണ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. So that's about it. So that is about a variation of g due to depth, g യുടെ variations. Okay. ഇതിനകത്ത് വരുന്ന വേറൊരു സംഭവമാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്ന സംഭവം വേണമെങ്കിൽ വരാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇത് വരാത്ത. ഓക്കെ, ഈ Q2ന്റെ വാല്യൂ 1 കുളോം. ഓക്കെ, ഒരു ചാർജ് 1 കുളോംബ് ആണെങ്കിൽ ഫോഴ്സ് എന്ത് വരും? 1/4πε0 Q1 into 1/r എന്ന് വരും, ഈ സെപ്പറേഷൻ. സോ യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു യൂണിറ്റ് മാസിനെ പ്ലേസ് ചെയ്താൽ അതിന് കിട്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത്, യൂണിറ്റ് ചാർജ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, യൂണിറ്റ് മാസ് ആണ് ഗ്രാവിറ്റേഷൻ. സോ അത് എന്ത് തന്നെയാ വരിക? അപ്പോൾ g into m into 1 divided by
ആർ സ്ക്വയർ എന്ന് വരും. ബേസിക്കലി ഇത് എന്ത് തന്നെയാ, ഈ 1 ആണ്. ഓക്കെ, gm/r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, gm/r സ്ക്വയർ ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ് ന്യൂമറിക്കലി. കൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്, ബട്ട് ദേ ആർ ന്യൂമറിക്കലി സെയിം. ഓക്കെ, സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആർ ന്യൂമറിക്കലി സെയിം. ഓക്കെ, ഇനി ഇതിന്റെ വേരിയേഷൻ ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡിനെ പോലെയുള്ള വേരിയേഷൻ തന്നെയാണ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മളെപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് പറയാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് പറയാം. കാരണം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ള കാരണം അത് നെഗറ്റീവ് ചാർജ് പോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. സപ്പോസ് ദിസ് സ്ഫിയർ ഈസ് എ നെഗറ്റീവ് ചാർജ്. ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ, ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻ. അതേപോലെ തന്നെ നമ്മളൊരു മാസ് വെച്ചാൽ എന്താ ഉണ്ടാവുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ട് ഉണ്ടാവുക, ടുവേർഡ്സ് ദി സ്ഫിയർ ആണ്. സോ അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ സാധാരണ നെഗറ്റീവ് ആയിട്ടാണ് പറയാറുള്ളത്. പിന്നെ അതിനകത്ത് വരുന്നത് ഫീൽഡിന്റെ ഗ്രാഫ്, ഒരു സോളിഡ് സ്ഫിയറിന് ഫീൽഡിന്റെ ഗ്രാഫ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ജി പോലെ തന്നെയാണ്. എങ്ങനെയാണ് വരിക, ഓപ്ഷനിൽ അഥവാ ഇങ്ങനെയുള്ള ഗ്രാഫും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെടുക്കണം, താഴത്തെ ഗ്രാഫ് എടുക്കണം. ഓക്കെ, ചിലപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യണം. ഇനി ഈ താഴത്തെ പോലുള്ള ഗ്രാഫ്, താഴേക്കുള്ള ഗ്രാഫും കൂടി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെടുക്കണം, താഴത്തെ ഗ്രാഫ് എടുക്കണം. ഓക്കെ, താഴത്തെ ഗ്രാഫാണ് മോർ കറക്റ്റ് ആയിട്ടുള്ളത്. അതില്ല, മുകളിലത്തെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യും. ഓക്കെ, ഏതിന്റെ കേസിൽ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ കേസിൽ. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 21. If the earth has no rotational motion, the weight of a person on the equator is W. Equator weight W ആണ്. Determine the speed with which the earth would have to rotate about its axis so that the person at the equator will weigh 3/4 W. Okay. Radius of the earth is 6,400 kilometer and G is 10. G യുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞ എന്താണ്, ഇവിടെ എങ്ങനെയാണ് ജി വേരി ചെയ്യുന്നത്, ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത് അല്ലെ, ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത് ജി വേരി ചെയ്യുന്നുണ്ട്. ഒമേഗ ഇക്വേറ്ററിലുള്ള ഒരാളാണ് പറഞ്ഞത്. ഇക്വേറ്ററിൽ റൊട്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ അയാളുടെ വെയിറ്റ് എന്താണ് വരിക, എം ജി ആണ്. അയാളുടെ വെയിറ്റ് എം ഇൻറ്റു അവിടുത്തെ gm/r സ്ക്വയർ എന്ന് പറയുന്നത് ജി. പക്ഷേ ഇതെന്താവണം, 3/4 g ആവണം ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ കാരണം ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു 3/4 times the weight. So w dash is equal to m into g dash, that is equal to 3/4 w എന്ന് പറഞ്ഞാൽ mg. So g dash is equal to എന്ത് വരണം, 3/4 g എന്ന് വരും, 3/4 g. So due to rotation എങ്ങനെ എഴുതാൻ പറ്റും, g minus r omega square cos square phi എന്ന് വരും. ഇക്വേറ്ററിൽ phi എത്രയാ, ഇക്വേറ്ററിൽ ഫൈയുടെ വാല്യൂ എത്രയാ, ലാറ്റിറ്റ്യൂഡ്, വാല്യൂ ഓഫ് ലാറ്റിറ്റ്യൂഡ് വിൽ ബി 0 അല്ലേ. നമ്മൾ ഇവിടുന്ന് വരയ്ക്കുന്ന ഈ ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഇക്വേറ്ററിലാവുമ്പോ എന്ത് തന്നെ, ഈ ലൈൻ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത്. സോ ഫൈ ഈസ് 0 അറ്റ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ ഫൈ 0 ആണ്. സോ കോസ് സ്ക്വയർ ഫൈ, കോസ് സ്ക്വയർ 0, കോസ് 0 1 ആണ്. ആർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് r omega square is equal to g minus 3/4 g. So that is g/4. So omega is equal to square root of g/4r. Square root of g/4r. So this is g എന്ന് പറയുന്നത് 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 into 6,400 kilometers ആണ്. So this is 6,400 into 10 raised to 3 എന്ന് വരും. Okay, into 10 raised to 3. So ഒരു 10ഉം ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇറ്റ് വിൽ ബി 10 സ്ക്വയർ. സോ ഇനി സ്ക്വയർ റൂട്ട് എടുക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ, 2. 6,400 സ്ക്വയർ റൂട്ട് എത്രയാ, 80. ഓക്കെ, 80. 10 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എത്രയാ, 10. സോ ഇറ്റ് വിൽ ബി 1/2 into 80 into 10 എന്ന് വരും. സോ ഇറ്റ് വിൽ ബി 1/1600. 1/1600 എന്ന് വരും. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് 0.16
0.625 ആ റേഞ്ച് അങ്ങനെ വാല്യൂ വരും. ഓക്കെ, 0.625 1/16 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. 0.0625 into 10⁻²2 അങ്ങനെ എന്തോ വരും. 1/4 എന്ന് പറഞ്ഞാൽ അത്രയാ 0.25 അല്ലേ 1/4. 1/8 എന്ന് പറഞ്ഞാൽ അത്രയാ അതിന്റെ പകുതി. 1/8 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എത്രയാ 0.125 ആണ്. ഓക്കെ, 0.25ന്റെ പകുതി 0.125. 1/16 എന്ന് പറഞ്ഞാൽ അത്രയാ 1/8ന്റെ പകുതി 0.125ന്റെ പകുതി 0.0625. പിന്നെ ഒരു 1600 ആയതുകൊണ്ടാണ് 10⁻² ഞാൻ കൊടുത്തത്. സോ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി അല്ലേ. 0.625 ആണ് നമ്മൾ എടുത്തത്. അതിനേക്കാളും അതാണ് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ. 0.63 into 0.0625 into 10⁻². ഒരു 10⁻³ ഒക്കെ ആണെങ്കിൽ ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ 22. അസ്യൂമിംഗ് ദി എർത്ത് ടു ബി എ സ്ഫിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി, ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻസൈഡ് the earth at a distance of r from the center is proportional to. Inside എങ്ങനെയാണ്? Inside g എങ്ങനെയാ വേരി ചെയ്യുന്നത്? How does the value of g vary inside? പറഞ്ഞ ആൻസർ പറഞ്ഞ ഏത് വരെ? നമ്പർ 22. ആൻസർ പറഞ്ഞാരേലും നോക്കി പറയാനല്ല, ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് ഏതാ ആൻസർ വരിക? ഇൻസൈഡ് എങ്ങനെയാണ്? ഇൻസൈഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഔട്ട്സൈഡ് ആണെങ്കിലോ? ഔട്ട്സൈഡ് ആണെങ്കിലോ എന്ത് വരാം? ഔട്ട്സൈഡ് ആണെങ്കിൽ ഇതിനകത്ത് ഏതാ ആൻസർ വരിക? ഔട്ട്സൈഡ് r-1 ആണോ? r⁻²2 അല്ലേ? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ, ഔട്ട്സൈഡ് ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ഹൈറ്റ് അറ്റ് വിച്ച് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് g/9. g/9. G is the acceleration due to gravity on the surface in terms of r, the radius of the earth is. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. g dash is equal to എന്ത് വരണം? g/9 ആവണം. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് gm/r², gm/r+h the whole square, or g divided by 1+h/r the whole square. ഇവിടെ g dash is equal to g into 1 - 2h/r എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? 1 - 2h/r എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ജിയിൽ എന്തുണ്ട്? നല്ല ചേഞ്ച് ഉണ്ട്. ജി ഉള്ളത് അതിന്റെ 1/9 ആയിട്ടുണ്ട്. സോ ദി ഹൈറ്റ് വിൽ ബി സഫീഷ്യന്റ്. നല്ലൊരു ഹൈറ്റ് ഉണ്ടാവും, സഫീഷ്യന്റ്ലി ലാർജ് ഹൈറ്റ് ആയിരിക്കും ഈ കേസിൽ ഉണ്ടാവുക. സോ വി കനോട്ട് യൂസ് 1 - 2h/r ഹിയർ. g dash is equal to g divided by 1+h/r the whole square എന്ന് യൂസ് ചെയ്യാം. ഇതുവരെ നമ്മൾ അപ്രോക്സിമേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അപ്രോക്സിമേഷൻ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഓക്കെ, സോ ജി കട്ടായി പോകും. ഡിനോമിനേറ്ററിൽ 9 ആണ്, അപ്പുറത്ത് 1+h/r the whole square ആണ്. സോ 9 is equal to 1+h/r the whole square എന്ന് എഴുതാം. 1/9 is equal to 1/1+h/r the whole square. റൂട്ട് എടുത്താൽ 3 is equal to 1+h/r. h/r is equal to 2. h is equal to 2r. നമ്മളോട് ഹൈറ്റ് ആണ് ചോദിച്ചത്. ഇതെല്ലാം പല ഇക്വേഷൻസ് വെച്ചും ചെയ്യാട്ടോ. ഈ ഇക്വേഷൻ മാത്രമല്ല, വി ക്യാൻ യൂസ് മെനി ഇക്വേഷൻസ്. വേറെ ഇക്വേഷൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ g dash is equal to gm/r² എന്ന് യൂസ് ചെയ്യാം. ദിസ് ഈസ് g/9 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ gm/r² is equal to gm/9r² അല്ലേ? സർഫസിലുള്ള gm/R² ആണ്. So r² is equal to 9r². r is equal to 3r എന്ന് വരും. r എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. So that is 3r. അതിനകത്ത് ഇവിടെ വരെ r ഉണ്ട്, അപ്പൊ ബാക്കിയുള്ളത് 2r. You can use any equation. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും നമ്മളോട് സർഫസ് എന്നുള്ള ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണോ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇൻ ദിസ് കേസ് ഇറ്റ് വിൽ ബി 3r. സർഫസ് എന്നാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 3r ഉണ്ട്, അതിൽ നിന്ന് റേഡിയസ് ഓഫ് എർത്ത് സബ്ട്രാക്ട് ചെയ്യണം. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദി ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ് എച്ച് അബവ് ദി സർഫസ് ഓഫ് എർത്ത് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് g at a depth d below the surface of earth where d and h are much smaller than the radius of earth. Much smaller ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, so we can use the approximation. Then which one of the following is correct? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പറഞ്ഞേ. ഒരു ഹൈറ്റ് എച്ചിലും ഒരു ഡെപ്ത് ഡിയിലും എന്താണ് സെയിം ജിയുടെ വാല്യൂ സെയിം ആണെന്നാണ് പറഞ്ഞത്. സോ എച്ചും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹൈറ്റ് എച്ചിൽ എന്തായിരുന്നു? ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡി എന്നാണ് പറഞ്ഞത് അല്ലെ. ഒരു ഹൈറ്റ് എച്ചിലും ഒരു ഡെപ്ത് ഡിയിലും സെയിം ആണെന്നാണ് പറഞ്ഞത്. So GH can be written as GH is equal to GB. So G into 1 minus 2H by R. G into 1 minus 2H by R has to be equal to G into 1 minus D by R. Depth എന്താണ്? 1 minus D by R. So ബാക്കി എല്ലാം സെയിം ആണ്. ഇതിനകത്ത് ആകെ ഇവിടെ വ്യത്യാസമുള്ള ഈ 2H by R ഉം അപ്പുറത്ത് D by R ഉം ആണ്. ബാക്കി എല്ലാം ഒരേപോലെയാണ്. G ക്യാൻസൽ ചെയ്ത് കളയാം, 1 ക്യാൻസൽ ചെയ്ത് കളയാം, അവസാനം അതാണ് ഉണ്ടാവും. So 2H is equal to എന്ത് കിട്ടും? D. D is equal to 2H. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത്. ദി ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത് ഈസ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇതിനകത്ത്. ഏത് ആൻസർ വരാം? ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത്. ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത് അല്ലേ. സോ സർഫസിലെ ജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്തിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ജി ഈസ് proportional to density into radius. So rho is proportional to G by R എന്ന് പറയും. സർഫസിലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R, പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാം? G ആണെന്ന് ആണെങ്കിൽ പറയാം. So it is proportional to G. ഓപ്ഷൻ ഏതാണ്? ഡി അല്ലെ. ജി എന്ന് പറയുന്നതിൽ സർഫസിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ജി എന്താണ്? സർഫസിലെ ജി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ജി ഈസ് പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു. സോ നേരെ റോൻ എന്ത് ചെയ്യാം? ജി റോ ഈസ് പ്രൊപ്പോർഷണൽ ടു ജി ബൈ ആർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊപ്പോർഷണൽ ടു ജി ആണ്. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു ജി ആണ്. സോ അടുത്തൊക്കെ സാറ്റലൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടില്ല. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അടുത്ത 32 നോക്കി. 32, 34 ഒക്കെ പറഞ്ഞേ. 32 പറഞ്ഞാൽ മതി, 34 പിന്നെ പറഞ്ഞു. 32 32 34 34 കുഴപ്പമില്ല. 32 and 34 പച്ചേ. 32, the density of a newly discovered planet is twice that of Earth. Acceleration due to gravity at the surface of the planet is equal to that of Earth. If the radius of the Earth is R, the radius of the planet would be. അപ്പൊ ഇതിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, G at the surface is proportional to density into radius എന്ന് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാൻ പറഞ്ഞത്. G at the surface is proportional to radius into density. സോ ഇതിനകത്ത് നമുക്ക് എന്താ എഴുതാം? G1 by G2. G is proportional to എന്താ പറഞ്ഞ ഞാൻ? G is proportional to density into R, radius. So G1 by G2 is rho1 R1 divided by rho2 R2. rho1 R1 divided by rho2 R2. ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. So G by G is equal to rho into radius of Earth divided by, അടുത്ത പ്ലാനറ്റിൽ എന്താണ്? The acceleration due to density എന്താണ്? Twice ആണ്. Density is twice that of Earth. So 2 rho into അയാളുടെ റേഡിയസ് അറിയില്ല, R by R2. So from this rho cancel ചെയ്ത് കളയാം, G ഒക്കെ പോവും. R is equal to 2 R2. R2 is equal to R by 8. R2 is equal to R by 8. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.
സപ്പോസ് ഈ ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരും? GM/R² എന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് അതിനകത്ത് മാസിന് എന്ത് എഴുതണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതിയിട്ട് ഇവിടെ തന്നെ എത്തും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് ഓർത്തിരിക്കുന്ന നല്ലതാണ്. G at the surface is proportional to density into R. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എങ്ങനെയാണ്? GM/R² അല്ലേ G എന്ന് പറയുന്നത്. അതിനകത്ത് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തിൽ 4/3 പൈ R³ വരും. റോ ഇൻറ്റു R³ ആണ് മുകളിലുള്ളത്. താഴെ GM/R²ന്റെ R² ഉണ്ട്. സോ ബാക്കി വരുന്നത് റോ ഇൻറ്റു R ആണ്. റോ ഇൻറ്റു R is a constant. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33 അവിടെ നിൽക്കട്ടെ. 34 നോക്കാം. 34, 35 ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 34. Assuming Earth to be a uniform sphere, what is the value of G in a mine 100 kilometer below the surface of Earth? 100 kilometer below the surface of Earth. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? നോക്കിയാൽ തന്നെ ആൻസർ പറയാൻ പറ്റും. ഏതായിരിക്കും? 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 6400-നേക്കാളും കുറച്ച് കുറവല്ലോ. സോറി, കമ്പയർഡ് ടു ദി 6400 എന്താണ്? ആ ഡെപ്ത് എന്താണ്? വളരെ കുറവാണ്. ചെറിയൊരു ഡെപ്തിലാണ് അതുള്ളത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന ചേഞ്ച് തന്നെയായിരിക്കും വളരെ സ്മോൾ ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ ഡെപ്ത് വളരെ സ്മോൾ ആണെങ്കിൽ അതിനനുസരിച്ച് കറസ്പോണ്ട് ചെയ്യാണ്ട് വളരെ സ്മോൾ ചേഞ്ച് ഉണ്ടാവുള്ളൂ. So G dash is equal to, ശരിക്കും ചെയ്യുകയാണെങ്കിൽ G into 1 minus D by R. So this is 9.85, sorry 9.8 മതി. 9.81 into 1 minus 100 divided by 6400. So this will go 1 minus, so this will be 9.8 into 63 by 64 എന്ന് വരും ചെയ്താൽ. 9.8 അല്ലെങ്കിൽ 9.8 minus 9.8 by 64. So 10 by 64 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ്. 10 by 6 എത്രയാണ്? 10 by 6 എന്ന് പറഞ്ഞാൽ 0.166 അല്ല, 10 by 6 എന്ന് പറയുമ്പോൾ 1.33. 10 by 64 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.13 ഒക്കെ വരും. ഓക്കെ, 0.13 ആ റേഞ്ച്, 0.13 or 0.14 ആ റേഞ്ച്. സോ 9.8 minus 0.13, അപ്പോൾ 9.5 ആ റേഞ്ച് ഒക്കെയാണ് വരിക. 9.7, 9. ഏതായാലും കുഴപ്പമൊന്നുമില്ല. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ആ ചേഞ്ച് വളരെ സ്മോൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. A body weighs 72 Newton on the surface of the Earth. What is the gravitational force on it due to Earth at a height equal to half the radius of the Earth from the surface? Half the radius of the Earth from the surface. So 72 Newton, W എന്ന് പറയുന്നത് 72 Newton ആണ്. That is mass into G on the surface. Mass into G on the surface. Now at a height of G/2 from the surface, what will be the value of ഇത് എന്നാണ് question. Okay, at a height of G/2 from the surface, what is the value of weight എന്നാണ് question. അപ്പൊ G കണ്ടുപിടിച്ചാൽ മതി അല്ലേ? So W dash is equal to mg dash. G dash എങ്ങനെ എഴുതാൻ പറ്റും? G divided by 1 plus h by r the whole square. G dash is equal to G divided by 1 plus h by r the whole square. So what is the height here? Height is equal to half of the radius. Earth's radius in the half. So G divided by 1 plus r by 4 by r the whole square. So this can be 1 plus h by 4 the whole square. So 1 plus 1 by 4, 5 by 4. 5 by 4 the whole square എന്ന് വരും. That will be 25 by 16. 1 plus 1 by 4 the whole square എന്ന് പറഞ്ഞാൽ 5 by 4 അല്ലേ? G divided by 1 plus 1 by 4 the whole square, that is 5 by 4 the whole square, that is 25 by 16. This is 16 G by 25. G dash is equal to 16 G by 25. So W dash എന്ന് പറയുന്നത് M into G dash ആണ്. അത് എന്ന് പറയുന്നത് എന്താ? 16 G by 25. അവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ G into മാസ് ആണ്. M into G ആണ് വെയിറ്റ്. So ഇതിനകത്ത് M ഉണ്ട്, ഇവിടെ G ഉണ്ട്. അത് M into G യുടെ വാല്യൂ 72 ആണ്. 72 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So this is 72 into
16 by 25. 72 into 16 by 25. So 72 by 25 എത്രയാ? 75 by 25 അറിയാം. 75 by 25 1 by 3 എന്ന് വരും. Sorry, 3 എന്ന് വരും അല്ലേ? 3. 75 by 25 it is 3. അല്ലെങ്കിൽ 72 by 24 ആണെങ്കിലും it is 3. So it is slightly less than 3. So 3 by 25 എത്ര വരും? 3 by 25 എന്ന് പറയുമ്പോൾ 0.1. 2.87 ആ റേഞ്ചിലാണ് വരും. So 2.8 into 16. 2.8 into 16. So answer ഇല്ലേ? There is no answer. Half radius equal to half. Sorry, ഞാൻ 1/4 ആണ് എൻ്റെ അടുത്ത്. Sorry, ഞാൻ പെട്ടെന്ന് സ്ക്വയർ ചെയ്തു എന്നുള്ള ഓർമ്മയില്ല. Sorry, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. So it will be r/2 അല്ലേ? It is r/2. Sorry, എൻ്റെ മിസ്റ്റേക്ക് ആണ്. So അവിടെയാണ് മിസ്റ്റേക്ക്. 1 plus r/2. So g dash is equal to g divided by 1 plus 1/2 the whole square. 3/2 the whole square ആണ് വരിക. Okay, 3/2 the whole square, that will be 9/4 എന്ന് വരും. 4g by 9 എന്ന് വരും. Okay, so പുതിയ weight w dash is equal to mg dash. mg dash എന്ന് പറയുന്നത് എന്താ? 4g by 9 എന്നാ വരും. 4g by 9. So this is m into g എന്ന് പറയുന്നത് പഴയ weight. W into 4 by 9. That is 72 into 4 by 9. 72 ഇത് 8 വരും. 8 into 4 32. So option A will be the answer. So നേരത്തെ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, റെക്ടിഫൈ ചെയ്യും. ഞാൻ റേഡിയസ് പെട്ടെന്ന് സ്ക്വയർ ചെയ്തു എന്നുള്ള ഓർമ്മയിൽ നമ്മൾ സാധനം സ്ക്വയർ ചെയ്യല്ലോ, അപ്പൊ ആ ഓർമ്മയിൽ പെട്ടെന്ന് r/4 എടുത്തിട്ടാണ് താഴെ സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, so that is about it. Okay, so ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് ബാക്കി തിയറി പോർഷൻസ് പറഞ്ഞിട്ട് നോക്കാം. സോ ഇനി അടുത്ത എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്താ പറയാനുള്ളത്? ഏതൊക്കെ ഏരിയ? എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഇതുപോലെ എത്തിയിട്ടില്ല. സോ ഇനി പറയാനുള്ള ഏരിയ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, സാറ്റലൈറ്റ് മോഷൻ, കെപ്ലേഴ്സ് ലോസ്, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, സോ അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിലോട്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ച പോലെ തന്നെ ആ സംഭവം തന്നെയാണ്. ഇൻഫിനിറ്റി എന്നൊരു ചാർജിനെ അഗെയിൻസ്റ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് എന്താണ്? സോ അതിന്റെ ഡെഫിനിഷനിലോട്ടൊക്കെ പോയി ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്, കാരണം ഇന്റഗ്രേഷൻ വരുന്ന ഇതാണ്. സപ്പോസ് വി ഹാവ് എ മാസ് m1, വി ഹാവ് എ മാസ് m2. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ r സെപ്പറേഷനിലോട്ട് കൊണ്ടുവരാൻ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്? അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കിന്റെ നെഗറ്റീവ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് തന്നെയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്ന വർക്കിന്റെ നെഗറ്റീവ് ആണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അത്രയും ഓർത്ത് വെക്കുക. So that gravitational potential energy of this system is given by minus g m1 m2 by r square. Minus g m1 m2 by r square. Suppose if there are two or more systems, say m1, m2, m3, ഇങ്ങനെ 3 masses ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി is minus g, say ഇവർ നമ്മൾ സെപ്പറേഷൻ r13, ഇവർ നമ്മൾ സെപ്പറേഷൻ r12, ഇവർ നമ്മളെ സെപ്പറേഷൻ r23 ആണെന്നുണ്ടെങ്കിൽ it will be r12 plus minus g m1 m2 by r12 കഴിഞ്ഞാൽ പിന്നെ r13 അല്ല സോറി m1 m2 അല്ലല്ലോ, m1 m3 by r13 plus minus g m1 m2 m3 divided by
R23. അതായത് ഓരോ പെയറും എല്ലാ പെയറും എടുത്തിട്ട് എല്ലാ പെയറിന്റെയും കൂടി പൊട്ടൻഷ്യൽ എനർജി ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം 4 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? അത്രയും ഉണ്ടാവും. സോ ഇവിടെ ഇപ്പൊ എത്ര ഉണ്ട്? 3 എണ്ണം വന്നപ്പോൾ 3 പെയർ വന്നു അല്ലെ? ദർ ആർ 3 പെയർസ്. 4 എണ്ണം ആണെങ്കിൽ എത്ര പെയർസ് ഉണ്ടാവും? How many pairs will be? ഇപ്പൊ G M1 M2 M1 M3 M2 M3 അപ്പൊ 3 പെയർ കൊടുത്തു അല്ലെ? 3 പെയർസിൽ എവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 2 at a time എടുത്തിട്ട്. 4 എണ്ണം ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? അപ്പൊ M1 M2 M3 M4 അങ്ങനെ 4 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. How many pairs will be there? How many terms will be there? ഇതിനകത്ത് 3 ടേം ആണുള്ളത്. 4 എണ്ണം ആണെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും? Very good. There will be 6 terms. Okay, there will be 6 terms. ഏതൊക്കെയാ? 1 2 1 3 1 4 പിന്നെ 2 3 2 4 അങ്ങനെ പോകും. പിന്നെ 3 4. അപ്പോൾ if there are n masses, there will be nc2 terms. There will be nc2 terms. അല്ലേ? n into n minus 1 by 2. Okay, n into n minus 1 by 2 terms ഉണ്ട്. കാരണം n items ഉണ്ട്, അതിനകത്തുനിന്ന് 2 എണ്ണം എടുത്തിട്ടുള്ള പെയർസ് ഉണ്ടാക്കണം. How many pairs of 2 can be made? That is nc2 അല്ലേ? nc2 അതിനകത്തുനിന്ന് 2 എണ്ണം ചൂസ് ചെയ്യണം. In how many ways we can choose 2 items out of n items? That is nc2. Okay, nc2 എന്ന് ആലോചിച്ചു. There will be nc2 pairs. Okay, so that is about gravitational potential energy. ഇനി അടുത്ത gravitational potential energy due to earth കാരണമുള്ള gravitational potential. So suppose this is our earth, its mass is m, we have a small m here, the distance of r from the center. ഞാൻ പറഞ്ഞ outside point in a sphere can be treated as a point object. So gravitational potential energy is minus gmm by r. Minus gmm by r is the gravitational potential energy. ഇനി അടുത്തത് ഇതിനകത്ത് വളരെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിഫറൻസ്. നോട്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സപ്പോസ് വി ഹാവ് ദി ഒബ്ജക്ട് ഓൺ ദി സർഫസ് m and we take it to a height of h ഹൈറ്റിലോട്ട് സർഫസ് നിന്ന് എടുക്കുക. We are taking it to a height of h ഹൈറ്റിലോട്ട് എടുക്കുക. ദെൻ നമ്മൾ സാധാരണ വർക്ക് എനർജി പവറിൽ ബാക്കി 1 ഡയമെൻഷനിൽ ലോസ് ഓഫ് മോഷനിൽ റൊട്ടേഷനിലൊക്കെ എന്താ എടുക്കാറുള്ളത്? പൊട്ടൻഷ്യൽ എനർജി mgh എന്നാണ് എടുക്കാറുള്ളത് അല്ലെ? we take the potential energy as mgh. That is actually not mgh. അത് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ mgh എന്ന് എടുക്കുന്നത് ആക്ച്വലി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? mgh ആയിട്ട് അവിടെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഈവൻ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ട്രൂ. ഈ mgh എന്ന് എടുക്കുന്ന ഡിഫറൻസും എല്ലായ്പ്പോഴും mgh തന്നെയല്ല. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ gm1 m2 by r ആക്ച്വലി ഈ സംഭവം എന്താ? That term is also a difference. ഏത് നമ്മളുടെ ഡിഫറൻസ് ആണ്? ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആക്കി എടുത്തിട്ട് we take the potential energy at infinity as 0. എന്നിട്ട് ഇൻഫിനിറ്റിയും ഈ പോയിന്റ് നമ്മളുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? gmm by r എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വർക്ക് എനർജി പവറിലൊക്കെ mgh എന്ന് പറയുന്ന ഹൈറ്റ് എന്താണ്? സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആക്കി എടുത്തിട്ട് സർഫസും ആ പോയിന്റ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് mgh എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലോട്ട് എങ്ങനെ എത്തുമെന്ന് നമുക്ക് നോക്കാം. So potential energy difference delta U is given by ഇത് 2 ഇത് 1 ആണെന്ന് വിചാരിച്ചു. So minus gmm by 2 ലെ പൊട്ടൻഷ്യൽ എനർജി എത്രയും r plus h അല്ലെ? ഡിസ്റ്റൻസ് r plus h ഉണ്ട്. സെന്ററിലുള്ള ഡിസ്റ്റൻസ് minus gmm by r, that is r plus h. minus gmm by r minus gmm by r. So this can be written as gmm പുറത്തെടുത്താലും gmm into 1 by r minus 1 by r. ഇത് പ്ലസ് ആയിട്ട് മാറും. 1 by r plus h. So this is gmm by r into r plus h into h. മനസ്സിലായി? ക്രോസ് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്താൽ ഇങ്ങനെയാണ്.
ഇതിനകത്ത് നമുക്കറിയാം സർഫസിലെ ജി എന്താണ്, ജി എം ബൈ ആർ സ്ക്വയർ ആണ്. സോ ജി എം ക്യാൻ ബി റിട്ടൺ ആസ് ജി സർഫസിലെ ജി ഇൻറ്റു ആർ സ്ക്വയർ. സർഫസിലെ ജി ഇൻറ്റു ആർ സ്ക്വയർ. സോ ദിസ് വിൽ ബി ജി ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഓക്കെ, ഇതിനകത്ത് ഒരു ആറ് ക്യാൻസൽ ചെയ്ത് കളയാം. എം ഉണ്ട്, എം അവിടെ എം, ഈ എം ഞാൻ എഴുതിയിട്ടില്ല, ആ എം കൂടെ എഴുതി. സോ മുകളില് ഒരു ആറാണ് ഉള്ളത്. ഓക്കെ, മുകളിലൊരു ആറാണ്. സോ ആ ആറ് താഴേക്ക് പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ് വിൽ ബി എം ജി എച്ച് ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ എന്ന് വരും. ഈ ആറ് താഴേക്ക് വന്നാൽ ഒരു ആറ് ഓൾറെഡി പോയി, പിന്നെ ഉള്ളത് ആർ പ്ലസ് എച്ച് ആണ്. സോ 1 പ്ലസ് എച്ച് ബൈ ആർ. So this is the potential energy. Okay, delta U is equal to mgh divided by 1 plus h by. This is the potential energy between a height and point on the surface. സർഫസും ഇതും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. പിന്നെ എന്തുകൊണ്ടാണ് സാധാരണ mgh എടുക്കുന്നത്? എച്ചിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. നമ്മൾ ഡീൽ ചെയ്യുന്ന 10 മീറ്റർ, 20 മീറ്റർ, 100 മീറ്റർ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന വാല്യൂസ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഡീൽ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദി വാല്യൂ ഓഫ് എച്ച് ഇസ് വെരി ലെസ്. മറ്റേ എത്രയാണ്, ആർ എന്ന് പറയുന്നത് 6400 കിലോമീറ്റേഴ്സ് ആണ്. സോ 1/6400 എന്നൊക്കെ പറയുമ്പോൾ 1 കിലോമീറ്റർ ബൈ 6400 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. നമ്മൾ അതിനെ എന്തായിട്ട് തന്നെ എടുക്കും, താഴെ ഡിനോമിനേറ്റർ 1 ആയിട്ട് എടുക്കും. സോ ഇഫ് എച്ച് ഈസ് വെരി സ്മോൾ, എച്ച് വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് എച്ച് ബൈ ആർ is approximately equal to 1 തന്നെ എടുക്കും. 1 plus 1.00 സംതിങ് വരും. മനസ്സിലായി? അതിനെ 1 ആയിട്ട് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കേസിലാണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാൻ പറ്റുന്നത്, എം ജി എച്ച് എഴുതാൻ പറ്റുന്നത്. അല്ലാതെ എല്ലാ കേസിലും പോയിട്ട് എന്ത് എഴുതരുത്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. We cannot write delta U is equal to mgh. Okay, so that is about potential energy. ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. ഗ്രാവിറ്റേഷണൽ, ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു, ഇൻഫിനിറ്റിന്ന് ഒരാളെ കൊണ്ടുവരാനുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരാൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിലോട്ട് കൊണ്ടുവരാനുള്ളത്. സോ ദാറ്റ് വിൽ ബി മൈനസ്, അത് നമ്മൾ വി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം, മൈനസ് ജി എം ഇൻറ്റു ആ മാസ് 1 ആവുമ്പോൾ ദാറ്റ് വിൽ ബി മൈനസ് ജി എം എം എന്നുള്ള ആ എം എന്താവും 1 ആയിരിക്കും ബൈ ആർ. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ ആർ. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് കാരണമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇനി അടുത്ത സ്ഫിയറിന്റെ കേസിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്ഫിയർ ഒന്ന് സോളിഡ് സ്ഫിയർ. ഓക്കെ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ത് വരും എന്ന് വെച്ചാൽ പ്ലാനറ്റ്സ്, എർത്ത് ഒക്കെ എന്താണ്, എർത്തിനകത്തൊക്കെ എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത്. ഇതിന്റെ ഇക്വേഷൻസ് മാത്രമേ പറയുള്ളൂ, ഡെറിവേഷൻ പറയുന്നില്ല. ഔട്ട്സൈഡ് പോയിന്റ് വി ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ജി എം ബൈ ആർ. ഇതാണ് നമ്മുടെ എർത്ത് ഔട്ട്സൈഡ് പോയിന്റ്. ഡിസ്റ്റൻസ് എത്രയാണ്, 6 ആണ്. മൈനസ് ജി എം ബൈ ആർ, പോയിന്റ് ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്. സർഫസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് ജി എം ബൈ ആർ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ ആണ് സർഫസിൽ. ഓൺ ദി സർഫസ് ഇറ്റ് ഈസ് മൈനസ് ജി എം ബൈ ആർ. ഇൻസൈഡ് പോയിന്റിന്റെ ഇക്വേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. വി ഇൻസൈഡ് ഈസ് മൈനസ് ജി എം ബൈ 2r ക്യൂബ് ഇൻറ്റു 3r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഓക്കെ, 3r square minus small r square. So this is the equation inside. This is the equation for a solid sphere or earth. എർത്തിന്റെ ഉള്ളിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. So ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ ദി ഗ്രാഫ് ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വിൽ ബി ലൈക്ക് ദിസ്. നെഗറ്റീവ് വാല്യൂ ആണ്. ഇൻസൈഡ് ഇവിടെയാണ് r is equal to r എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ലെഫ്റ്റിലോട്ട് r less than r ആകുന്ന റീജിയനിൽ, that is inside region, the graph will be parabolic. ഗ്രാഫ് എന്തായിരിക്കും, പാരാബോളിക് ആയിരിക്കും. എന്തുകൊണ്ടാണ് പാരാബോളിക് എന്ന് വെച്ചാൽ ഇവിടെ വേരി ചെയ്യുന്നത് മൈനസ് ആർ സ്ക്വയർ. ആറിന്റെ വാല്യൂ നോക്കിയേ,
വേരിയബിൾ ഏതാ? സ്മോൾ ആർ ആണ് ഇതിനകത്ത് വേരിയബിൾ. ഓക്കെ, സ്മോൾ ആർ ഇറ്റ്സ് ആ മൈനസും കൂടി ഉള്ളിലോട്ട് പോയാൽ ശരിക്കും ഇത് ഒരു പ്ലസ് ആർ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, സോ അതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ബി പരാബോളിക്. പരാബോളയാണ് ഒരു സെക്കൻഡ് ഓർഡർ ഡിഗ്രി പോളിനോമിയലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പരാബോളയാണ്. മാത്സിൽ പഠിച്ചിട്ടുണ്ടോ? അല്ലെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലൊക്കെ ഗ്രാഫ് വിൽ ബി ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ബി എ പരാബോള. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ്? അവിടുന്ന് അങ്ങോട്ട് ഇത് ഇൻസൈഡ് പോയിന്റിൽ മാത്രം. ഇൻസൈഡ് ഇറ്റ് ഈസ് എ പരാബോള. ഇതൊരു പരാബോളയാണ്, പരാബോള. ഔട്ട്സൈഡ് പോയിന്റിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? മൈനസ് ജി എം ബൈ ആർ ആണ്. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് ഔട്ട്സൈഡ്. ദാറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ഏതാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ഏതാ? വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ആർക്കും അറിയില്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഷേപ്പ്. ഏതാണ്? ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയും. ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതിനകത്ത് മൈനസ് 1/r പ്രൊപ്പോർഷനിലാണ് ഇങ്ങനെയുള്ള ഗ്രാഫ് കിട്ടും. സോ ആ ഗ്രാഫിന്റെ പേരെന്താ? ഷേപ്പിന്റെ പേരെന്താ? റെക്ടാങ്കുലർ ഹൈപ്പർബോള. വെരി ഗുഡ്. ഓക്കെ, ഇറ്റ് വിൽ ബി റെക്ടാങ്കുലർ ഹൈപ്പർബോള, അല്ലെങ്കിൽ സിംപ്ലി ഹൈപ്പർബോള എന്ന് വേണമെങ്കിലും പറഞ്ഞാലും മതി. സോ പൊട്ടൻഷ്യലിന്റെ കേസിൽ ഇനീഷ്യലി ഒരു എന്താണ്? പാരാബോളയാണ്. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഹൈപ്പർബോളിക്. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് സോളിഡ് സ്ഫിയർ. ഇനി ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ ഒക്കെ ഏതുപോലെ തന്നെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച പോലെ തന്നെയാണ് ഇതിനകത്ത്, പക്ഷെ ഒരു മൈനസ് സൈനും കൂടി വരുന്നു എന്ന് മാത്രം. ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ, ഔട്ട്സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു മൈനസ് ജി എം ബൈ ആർ. സർഫസ് ഞാൻ നേരത്തെ പറഞ്ഞു മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇൻസൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി സർഫസ് ദാറ്റ് ഈസ് മൈനസ് ജി എം ബൈ ആർ. ഇത് ഏതുപോലെ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിന്റെ കേസ്. ഇൻസൈഡ് ഇറ്റ് ഈസ് മൈനസ് ജി എം ബൈ ആർ. ഇൻസൈഡ് ഇറ്റ് ഈസ് മൈനസ് ജി എം ബൈ ആർ. സെയിം ആസ് ദാറ്റ് ഓഫ് ഷെൽ. ഷെല്ലിന്റെ അതേ കേസ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അങ്ങനെയല്ലായിരുന്നു? അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ എവിടെ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ? സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉള്ളിലുള്ള അപ്പോ ഇത് ഷെല്ലാവുമ്പോ സർഫസിൽ മാത്രമേ മാസം ഉള്ളൂ. ഓക്കെ, ഹോളോസ്ഫിയർ ആകുമ്പോൾ സർഫസിൽ മാത്രമേ മാസം ഉള്ളൂ. സോളിഡ് സ്ഫിയർ ആകുമ്പോൾ എല്ലായിടത്തും മാസം ഉണ്ട്. ഓക്കെ, സോ ആ കേസിൽ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, കണ്ടക്ടറിന്റെ കേസിൽ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഹോളോ ഷെല്ലിന്റെ കേസിൽ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ വർഷം പഠിച്ചല്ലേ, ഇപ്പൊ അടുത്ത എക്സാം എഴുതിയല്ലേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഫീൽഡും പൊട്ടൻഷ്യലും ഒക്കെ പറയുന്നത്. ആകെ വ്യത്യാസം ഇതിനകത്ത് ഒരു മൈനസ് സൈനും കൂടി വരും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കേസിൽ പൊട്ടൻഷ്യലും ഫീൽഡൊക്കെ സാധാരണ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. So that is about gravitational potential. Gravitational potential പറഞ്ഞു, gravitational potential energy പറഞ്ഞു. Okay, so gravitational potential energy-യുടെ ഇതും പറഞ്ഞു. ഇനി അടുത്ത ഇതിനകത്ത് വരുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം വെലോസിറ്റി needed to escape the gravitational field of a planet, അല്ലെങ്കിൽ to reach infinity എന്ന് വേണമെങ്കിലും പറയാം, or to reach infinity. ഒരു സാധനത്തിന് ഒരു പ്ലാനറ്റിന്റെ സർഫസ് നിന്ന് പ്രൊജക്ട് ചെയ്യേണ്ട മിനിമം വെലോസിറ്റി സോ ദാറ്റ് ഇറ്റ് ക്യാൻ റീച്ച് ഇൻഫിനിറ്റി. അയാൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എവിടെ പോയിട്ടാണ്? ഇൻഫിനിറ്റിയിൽ പോയിട്ടാണ് അയാൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മിനിമം വെലോസിറ്റി? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു പ്രൊജക്ട് ദിസ് ഒബ്ജക്ട്, പിന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് മാത്രമാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ ദി ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. ഓക്കെ, ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. സോ ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുക എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? യു ഇൻഫിനിറ്റി നമ്മൾ എത്രയാണ് എടുത്തത്? ജി എം എം ബൈ ആർ എന്ന് യൂസ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ആർ ഇൻഫിനിറ്റി ആകുമ്പോൾ ദാറ്റ് വിൽ ബി 0. ദാറ്റ് ഈസ് 0.
ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് 0. ഇൻഫിനിറ്റിയിലെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുക. ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്തായിരിക്കും? ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുക, അതായത് ഇൻഫിനിറ്റിയിൽ എത്തിയിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ മുന്നേ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇൻഫിനിറ്റിയിലുള്ള കൈനറ്റിക് എനർജിയും എന്ത് തന്നെയായിരിക്കും? 0. ഇൻഫിനിറ്റി അല്ല, ദാറ്റ് വിൽ ബി 0. അതായത് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒരു വെലോസിറ്റി കൊടുത്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. എർത്ത് അതിനെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വെലോസിറ്റി കുറഞ്ഞു വന്ന് ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്താനുള്ള മിനിമം വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കുറഞ്ഞു പോയിട്ട് ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അത് ജസ്റ്റ് ഒരു ചെറിയൊരു വാല്യൂ അല്ലെങ്കിൽ 0 എന്ന് എടുക്കണം. അതാണ് ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്താനുള്ള കണ്ടീഷൻ. കൂടുതൽ ഇനിയും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ ആ വെലോസിറ്റി വെച്ച് മൂവ് ചെയ്ത് പോകാം. അപ്പൊ ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്താന്ന് പറയുമ്പോൾ അവിടെ ജസ്റ്റ് എത്തുക, അപ്പോൾ കൈനറ്റിക് എനർജി 0, അതും 0. സോ ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഇതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ, വിച്ച് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടോട്ടൽ എനർജി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ടോട്ടൽ എനർജിയും എന്തെന്നെ വരണം? ഫൈനലി പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി 0. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ടോട്ടൽ എനർജിയും എന്തെന്നെ വരണം? 0. ടോട്ടൽ എനർജി ഇസ് കൺസേർവ്ഡ്. സോ U initial plus K initial also has to be equal to 0. So U initial എന്ന് പറയുമ്പോൾ സർഫസ് എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഇതിന്റെ മാസ് m ആണ്, എർത്തിന്റെ മാസ് m ആണ്. സോ ദാറ്റ് ഈസ് മൈനസ് gmm/r പ്ലസ് സർഫസ് എന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് v². എന്ത് വെലോസിറ്റിയിലാണോ പ്രൊജക്ട് ചെയ്തത് ആ സംഭവം ഹാസ് ടു ബി ഈക്വൽ ടു 0 + 0. ഹാസ് ടു ബി ഈക്വൽ ടു 0 + 0. സോ ഇതിനകത്ത് m ക്യാൻസൽ ചെയ്ത് പോകാൻ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ VE is equal to square root of 2gm/r. VE, escape velocity VE is equal to square root of 2gm/r. Okay, this is the escape velocity. ഇനി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ G, small g is equal to gm/r² ആണ്, or gm is equal to gr² ആണ് സർഫസിലെ G. So gm equal to gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, VE is equal to square root of 2gr. V is equal to square root of 2gm. ഒരു r ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, നേരത്തെ പറഞ്ഞ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഓക്കെ, at the surface of earth, what is the escape velocity? The value എത്ര? 11.2 km/s ആട്ടോ, km/h അല്ല. 11.2 km/h എന്നൊക്കെ പറഞ്ഞാൽ മെല്ലെ എറിഞ്ഞാലും പോകും. 11.2 km/s. That is the escape velocity on the surface of earth. So that's about it. So that is about escape velocity. ഇത്രയാണ് escape velocityയുടെ കേസ് ഉള്ളത്. നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, പെട്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഏതൊക്കെ ചെയ്തു? 32 ചെയ്തു, 34 ചെയ്തു. അതിന്റെ ഇടയിൽ വേറെ ഏതൊക്കെ സ്കിപ്പ് ചെയ്തില്ലേ? സാറ്റലൈറ്റ് മോഷൻ പറഞ്ഞിട്ടില്ല അല്ലെ? സാറ്റലൈറ്റ് മോഷൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 30, 31 ഒക്കെ നോക്കി. 30, 31, 30. The escape velocity of a body depends upon masses. എങ്ങനെയാണ് escape velocity of a body depend ചെയ്യുന്നത്? ഏതാണ് ആൻസർ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? എന്തിനെയാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ escape velocity? It doesn't depend on the mass of the object. It depends on the mass of the planet. പ്ലാനറ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, but is independent of the mass of the throwing object. അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. So it is m⁻⁴. എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ഓഫ് എം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇമാജിൻ a new planet having the same density but it is 3 times bigger than the earth in size. Size എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. The acceleration due to gravity on the surface of earth is g, then the acceleration due to surface of the planet is g dash. പെട്ടെന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യാനുണ്ടാവും. പെട്ടെന്ന് പറയും. I have 10 seconds. ഇപ്പൊ പറഞ്ഞല്ല, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? റേഡിയസ് 3 ടൈംസ് ആണെന്ന് പറഞ്ഞത്, ഡെൻസിറ്റി സെയിം ആണെന്നാ പറഞ്ഞത്.
So G1 by G2 is equal to എന്ത് എഴുതാം? Rho1 R1 by Rho2 R2. It is proportional to Rho R. G on the surface is proportional to density into radius ഞാൻ പറഞ്ഞു. So G by surface G മറ്റേതിന്റെ G2 എന്ന് എഴുതാം. ഇത് എത്ര വരെ? Rho R, മറ്റേത് Rho തന്നെയാണ് density, radius is 3 times. So G2 is equal to 3 times G. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കേ, ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A black hole is an object whose gravitational field is so strong that even light cannot escape from it. To what approximate radius would Earth have to be compressed to be a black hole? ഇതൊരു ബ്ലാക്ക് ഹോൾ ആവണം എന്നുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസ് എത്രയായിട്ട് ചുരുക്കണം എന്നാണ്. സോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാല് അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് പോലും പുറത്തോട്ട് വരില്ല, ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇൻഫിനിറ്റ് ജി അത് പോസിബിൾ അല്ല. ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ആ ബ്ലാക്ക് ഹോളിന്റെ പുറത്തോട്ട് ലൈറ്റിന് പോലും എത്താൻ പറ്റുന്നില്ല പറഞ്ഞാൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കണം? ഹാസ് ടു ബി മോർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ്. മനസ്സിലായി? ഒരു സാധനത്തിന് അതിന്റെ സർഫസ് നിന്ന് പ്രൊജക്ട് ചെയ്താൽ ഇൻഫിനിറ്റിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയിലോ അല്ലെങ്കിൽ അതിലും കൂടുതലോ പ്രൊജക്ട് ചെയ്യാൻ പറ്റണം. എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്യാൻ ദി ലൈറ്റ് കം ഔട്ട് ഓഫ് ദി പ്ലാനറ്റ് അല്ലെങ്കിൽ ദി ബ്ലാക്ക് ഹോൾ? മനസ്സിലായി? സോ ലൈറ്റിന് എന്ത് ചെയ്യണം? ലൈറ്റിന്റെ സ്പീഡിനേക്കാളും 4 × 10⁸ ആണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി 4 × 10⁸ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 × 10⁸ ഒരു സാധനത്തിന് എറിഞ്ഞാൽ അത് പുറത്തോട്ട് പോവോ? ഇല്ല. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയോ അതിലും കൂടുതൽ വെലോസിറ്റിയോ അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയിലോ നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്താലേ ഇൻഫിനിറ്റിയിൽ എത്തുള്ളൂ. സോ ദി എസ്കേപ്പ് വെലോസിറ്റി, ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദി എസ്കേപ്പ് വെലോസിറ്റി ഹാസ് ടു ബി മോർ ദാൻ സി, സ്പീഡ് ഓഫ് ലൈറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ റൂട്ട് ഓഫ് 2gm/r has to be more than c, has to be more than speed of light. So value substitute ചെയ്യണമെന്നുണ്ടെങ്കിൽ the radius അങ്ങോട്ട് പോയാൽ c ഇങ്ങോട്ട് വരും. So the radius has to be 2gm/c². 2gm/c² കുറവായിരിക്കണം റേഡിയസ് എന്ന് പറയുന്നത്. സോ എത്ര വരെ? അപ്പൊ അത് റേഡിയസ് has to be less than or equal to 2 എന്ന് പറയുമ്പോൾ എത്രയാ? 2 തന്നെ. g എത്രയാ? 6.6 × 10⁻11 ഇൻറ്റു മാസ് എത്രയാ പറഞ്ഞേ? എർത്തിന്റെ മാസ് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനില്? 5.98 × 10⁻24. നമുക്ക് എന്ത് ചെയ്യാം? 6 തന്നെ എടുക്കാം. It can be written as 6 × 10⁻24 divided by c² എത്രയാ? 9 × 10⁻16 വരും. ഓക്കെ, 3 × 10⁻8ന്റെ സ്ക്വയർ, 9 × 10⁻16. ഏകദേശം എത്ര വരും? ഇത് 10⁻16 പോയിന്റ്, ഇവിടെ 10⁻8 ബാക്കി ഉണ്ടാവും. ഇവിടെ ഒരു 10⁻³ ബാക്കി ഉണ്ടാവും. 2 × 6 12. വേണമെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം അല്ലേ? 3 ബാക്കി ഉണ്ടാവും. 3യും ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ 2.2 ബാക്കി ഉണ്ടാവും. ഇവിടെ ഒരു 2 ബാക്കി ഉണ്ടാവും, 2/3. സോ 4 × 2.2 r has to be less than 8.8 × 10⁻³ മീറ്റർ. അങ്ങനെയാണോ വരണേ? ചിലപ്പോൾ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. എന്താ തെറ്റിയ? So 8.8 × 10⁻³ meter. So this is less than 0.88 × 10⁻² meter. Okay. So approximately ഏതാണ് റേഞ്ച്?
0.88 അപ്രോക്സിമേറ്റ് ചെയ്ത് 1 എന്ന് എടുക്കുകയാണെങ്കിൽ 1 into 10 raised to minus 2 എന്ന് എഴുതാം. So it is of the range of 10 raised to minus 2. 10 raised to minus 2 റേഞ്ചിലാണ് ആൻസർ വരുന്നത്. ആ റേഞ്ച് മാത്രമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, എക്സാക്ട് വാല്യൂ അല്ല. വാട്ട് ഇസ് ദി റേഞ്ച് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ? വാട്ട് ഇസ് ദി റേഞ്ച് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. ദി റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി എർത്ത്. Both have almost equal mass densities. If Vp and Ve are escape velocities of the planet and the Earth, then what is the relation between escape velocities of planet and the Earth? Earth-ന്റെയും ആ പ്ലാനറ്റിന്റെയും എർത്തിന്റെയും എസ്കേപ്പ് വെലോസിറ്റീസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഡെൻസിറ്റിയും റേഡിയസിന്റെയും ടേംസിലാണ്. സോ ഡെൻസിറ്റി എന്താണ്? 2 ടൈംസ് ആണ്. ഡെൻസിറ്റി ഈസ് 2 ടൈംസ് ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഡെൻസിറ്റി ഈസ് സെയിം. ഡെൻസിറ്റി ഈസ് സെയിം, സോറി. റേഡിയസ് ഈസ് 2 ടൈംസ് ആൻഡ് ഡെൻസിറ്റി ഈസ് സെയിം. എസ്കേപ്പ് വെലോസിറ്റീസിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ലോജിക് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി ഈസ് square root of 2gr. നമുക്ക് ഇതിനകത്ത് അറിയാം g is proportional to density into radius. G is proportional to density into radius. So escape velocity is proportional to 2 into rho into r into r. So escape velocity is proportional to square root of rho ഈ r square എന്ന് വരും into r. R square റൂട്ടിന്റെ ഉള്ളിലാണ്. That will be proportional to root of r. Square root of rho into r. അതല്ലെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. എസ്കേപ്പ് വെലോസിറ്റി is equal to square root of gm by r ആണ്. 2 into square root of 2gm by r ആണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. So അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ if you use this thing, this will be 2 into g into mass എന്താ 4/3 pi rho r cube അല്ലേ? 4/3 pi r cube into density. Again ഇവിടെ r square ആണ് ബാക്കി വരാൻ പോകുന്നത്. r square പുറത്തു വന്നാൽ rho വരും. r square പുറത്തു വന്നാൽ r എന്ന് വരും. ഓക്കെ, ബാക്കി എന്തുള്ളത് ഇവിടെ ഡെൻസിറ്റി. സോ അഗൈൻ എസ്കേപ്പ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി ഇൻറ്റു റേഡിയസ് പുറത്ത്. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി എർത്ത് ഡിവൈഡ് ബൈ വി പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു square root of density of earth into radius of earth divided by square root of density of planet into radius of planet, that is 2 times the radius of the planet. So density ഇത് രണ്ട് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. Both are same. So v planet is equal to 2 times escape velocity on earth, 2 times ve. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഇക്വേഷൻ വെച്ചിട്ട് റിലേഷൻ ഉണ്ടാക്കിയാൽ മതി. That is very simple. Okay. So that is about escape velocity. ഇതാണ് escape velocity യുടെ കേസ്. 37 വരെ ഇത് ചെയ്തു. ഏതാണ് ആൻസർ? 2ve. ഇനി അടുത്ത ഇനി ഇതിനകത്തുള്ള സാറ്റലൈറ്റ് മോഷന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്ത ടോപ്പിക് സാറ്റലൈറ്റ് മോഷൻ ഓഫ് എ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് എന്താണ്? സാറ്റലൈറ്റ് മോഷന്റെ കേസിൽ നോക്കാം. So suppose we have our planet Earth here. Its mass is m, and the satellite is revolving around it. And the satellite is revolving around it. Okay, so the satellite അതിനെ ചുറ്റും റിവോൾവ് ചെയ്യാം. സാറ്റലൈറ്റിന്റെ മാസ് എം എന്ന് എടുക്കാം. ഇതൊരു സർക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. തൽക്കാലം നമ്മൾ സർക്കുലർ ആണ്, ചിലപ്പോൾ എലിപ്റ്റിക്കൽ ആവാം, ഏതായാലും കുഴപ്പമില്ല. സോ someone has to provide the necessary centripetal force. അല്ലെ, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ there should be someone to provide the necessary centripetal force. ടുവേർഡ് സെന്റർ ആരെങ്കിലും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം.
That force is provided by gravitational force here. That is gravitational force provided. So mv square by r, sorry, mv square by small r, distance small r, central distance, this is the radius of the orbit. Mv square by small r has to be equal to gmm by r square. Gmm by r square. So m cancel ചെയ്ത് r cancel ചെയ്ത് കളയാം. ഇതിന്റെ orbital velocity, satellite in the orbital velocity will be square root of gm by r. Square root of gm by r will be the orbital velocity of satellite. ഇനി അടുത്തത് near to the surface. Near to the surface ആണെന്നുണ്ടെങ്കിൽ orbital velocity എന്ത് എഴുതാം? V orbital is equal to square root of gm by r എന്ന് എഴുതാം. This is equal to square root of gr because gm by r square ആണ് g എന്ന് പറയുന്നത്. So gr square is equal to root gr. So gr square is equal to എന്ത് എഴുതാം? gr square, gm is equal to gr square എന്ന് substitute ചെയ്താൽ root gr. So near to the surface of earth മറ്റേ എത്രയായിരുന്നു? റൂട്ട് 2 ജി ആർ ആയിരുന്നു എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 11.2 ആയിരുന്നു. ഇത് അതിനകത്ത് റൂട്ട് 2 മിസ്സിംഗ് ആണ്. സോ 11.2 ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് വരും. 11.2 ഡിവൈഡ് ബൈ റൂട്ട് 2. So this value will be approximately 7.9 kilometer per second. 7.9 kilometer per second will be the answer. Okay. So that is orbital velocity. ഇനി ഇതിനകത്ത് വരുന്ന സംഭവമാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 2πr ആണ്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. 2πr ഡിവൈഡഡ് ബൈ അയാളുടെ സ്പീഡ് ചെയ്താൽ മതി. 2πr ഡിവൈഡ് ബൈ ഓർബിറ്റൽ സ്പീഡ്, ദാറ്റ് വിൽ ഗിവ് ദി ടൈം പീരീഡ്. സോ ദിസ് ഈസ് 2πr ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് gm by r. Root of gm by r. So it will be 2pi into r into square root of r divided by gm എന്ന് വരും. ഈ r നെ ഉള്ളിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ r square ആക്കണം. r നെ ഉള്ളിലോട്ട് എടുക്കണമെങ്കിൽ r square ആണ്. So time period is equal to 2pi into root of r cube divided by gm. Or time period is proportional to r raised to 3/8. Time period is proportional to r raised to 3/8. ഇതാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയും അല്ലേ? കെപ്ലേഴ്സ് ലോയിൽ വരുന്ന ഒരു സംഭവമാണ് ഇത്. ഈസ് പ്രൊപ്പോർഷണൽ ടു r raised to 3/8. സോ അതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. സാറ്റലൈറ്റിന്റെ വെലോസിറ്റി പറഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു. ഇനി അടുത്തത് എനർജി. എനർജി ഓഫ് എ സാറ്റലൈറ്റ്. അപ്പൊ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്റ്റൻസ് gmm by r ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി അതിന്റെ ഡിസ്റ്റൻസ് ഓഫ് r ആണ്, ഔട്ട്സൈഡ് ദി എർത്ത് ആണ്. സോ മൈനസ് gmm by r എന്ന് വരും പൊട്ടൻഷ്യൽ എനർജി. ഡയറക്റ്റ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് gm by r the whole square. Square root of gm by r the whole square. So this is gmm by 2r. This is the kinetic energy. Total energy. Total energy E എന്ന് പറയുന്നത് U plus kinetic energy. Potential energy plus kinetic energy. Potential energy minus gmm by r ആണ്, മറ്റേത് gmm by 2r ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് മൈനസ് gmm by 2. മൈനസ് gmm by 2r ആണ് ആഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. മനസ്സിലായോ? സോ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഈസ് ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആണ് ടോട്ടൽ എനർജി. സോ ദാറ്റ് ഈസ് U by 2. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ gmm by 2r ആണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് gmm by 2r ആണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. Negative of kinetic energy. So this is the relation between total energy, potential energy and kinetic energy in the case of satellites. Satellite in the case ഇതാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്തുള്ള അവസാനത്തെ ടോപ്പിക് ആണ് കെപ്ലേഴ്സ് ലോസ്. കെപ്ലേഴ്സ് ലോസ് ഇതും കൂടി പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഫസ്റ്റ് ലോ എന്താണ്? Planets revolve around the sun. ഞാൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ planets revolve
around sun in elliptical orbits. In elliptical orbits, ഇതിന് നമ്മൾ with sun at one of the foci. With sun at the one of the foci. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാനറ്റ്സ് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു എലിപ്റ്റിക്കൽ എലിപ്സ് ആകുമ്പോൾ എന്തുണ്ട്? എലിപ്സ് ഹാവ് ടു ഫോസൈ, രണ്ട് ഫോക്കസ് ഉണ്ട് അല്ലെ? F1 F2 എന്ന് പറയുന്ന രണ്ട് ഫോക്കസ് ഉണ്ട്. സോ സൺ വിൽ ബി അറ്റ് ദി വൺ ഓഫ് ദി ഫോക്കസ്. ഏതെങ്കിലും ഒരു ഫോസൈൽ, വൺ ഓഫ് ദി ഫോസൈ, ഏതെങ്കിലും ഒരു ഫോക്കസിൽ സൺ ഉണ്ടാവും, മറ്റേ ഫോക്കസ് ഫ്രീ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് ലോ ഈസ് ലോ ഓഫ് ഓർബിറ്റ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയും. ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അല്ലെങ്കിൽ ദി ഏരിയ കവേർഡ് ബൈ, സിമ്പിൾ ടേംസിൽ പറയാണ്, ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഞാൻ ഫുൾ ആയിട്ട് പറയുന്നൊന്നുമില്ല, എൻട്രൻസ് ബാച്ച് ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് പറയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫുൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. സോ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയൽ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു പ്ലാനറ്റ്, ഇതാണ് സണ്ണ്, എ പ്ലാനറ്റ് ഈസ് റിവോൾവിങ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. സോ പ്ലാനറ്റ് ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ എത്തി. അപ്പൊ സണ്ണിന്ന് വരക്കുന്ന റേഡിയസ് വെക്ടർ ഇങ്ങനെ വരും അല്ലെ? ഫസ്റ്റ് ഇങ്ങനെ വരും, പിന്നെ ഇതിങ്ങനെ വരും, അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വരും. ഇതിന്റെ ഇടയിൽ പ്ലാനറ്റിലോട്ട് വരക്കുന്ന റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്ത ഏരിയ, ഇതാണ് സ്വീപ്പ് ചെയ്ത ഏരിയ. ഇത്രയും ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്? ആ പ്ലാനറ്റിലോട്ട് വരക്കുന്ന റേഡിയസ് വെക്ടർ സ്വെപ്റ്റ് ചെയ്ത് വരുന്നത്. സോ ദി ഏരിയ സ്വെപ്റ്റ് പെർ യൂണിറ്റ് ടൈം വിൽ ബി എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. സോ എന്ന് പറഞ്ഞാൽ dA/dt is a constant that is given by L/2m is a constant, where L is the angular momentum about sun. അതിന്റെ ഡെറിവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, തൽക്കാലം ഞാൻ പറയുന്നില്ല. ഞാൻ ഏതോ ഒരു സർക്കുലർ മോഷന്റെ കേസിൽ പറഞ്ഞിട്ടില്ല, സോറി, സർക്കുലർ മോഷന്റെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം. ഈ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. dA/dt is equal to L/2m is a constant, where L is the angular momentum about sun. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് പീരിയഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടൈം പീരിയഡ് is proportional to a⁻3/2 or t² is proportional to a³. What is A? A is the semi-major axis. So ellipse-ന്റെ major axis ഉം minor axis ഒക്കെ നമുക്ക് അറിയാം. This is the major axis. This is the minor axis. ഈ major axis-ന്റെ പകുതിയുടെ length ആണ് A എന്ന് പറയുന്നത്. Okay, that is semi-major axis. So time period is proportional to a⁻3/2. നമ്മൾ സർക്കിൾ ആവുമ്പോൾ സെമി മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ സെയിം ആയിരിക്കും. മേജർ ആക്സിസും മൈനർ ആക്സിസും സെയിം ആവുമ്പോൾ എ വിൽ ബി റേഡിയസ് ആയിരിക്കും. സോ നമ്മൾ സാറ്റലൈറ്റിന്റെ കേസിൽ ഡിറൈവ് ചെയ്തു, സെയിം പോലെ തന്നെയാണ് ഈ കേസിലും വരിക. ബട്ട് ദാറ്റ് ഡെറിവേഷൻ ഈസ് നോട്ട് ഇൻ അവർ സിലബസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സാറ്റലൈറ്റ് മോഷൻ. ഇത്രയാണ് സാറ്റലൈറ്റ് മോഷന്റെ കേസിൽ പറയാനുള്ളത്. സോ വി ഹാവ് കവേർഡ് സാറ്റലൈറ്റ് മോഷൻ, പ്ലാനറ്ററി മോഷൻ, എവറിത്തിങ്. ഓക്കെ, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കിയാൽ ടോപ്പിക് കവർ ആവും. സോ ഇനി 3 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയാവും. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദി ടൈം പീരിയഡ് ഓഫ് എൻ എർത്ത് സാറ്റലൈറ്റ് ഇൻ സർക്കുലർ ഓർബിറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. എന്തിനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? ഡിപെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 26 is independent of the mass of the satellite. അല്ലേ? അതെന്തിനാ മാത്രമേ റൂട്ട് ഓഫ് gm/r അല്ലെ, വേറെ m is the mass of the planet ആണ്. സോ സാറ്റലൈറ്റിന്റെ മാസ് ആ ഇക്വേഷനിൽ വരുന്നില്ല.
Option C will be the answer. ഇനി അടുത്തത് a satellite M revolves around the earth of radius r at a height x from the surface. Surface എന്നുള്ള height ആണ് x എന്ന് പറയുന്നത്. Okay. If g is the acceleration due to gravity on the surface of the earth, then the orbital speed of the satellite is. Orbital speed of the satellite എപ്പോഴും ഏത് പഠിച്ചു വെക്കരുത്? റൂട്ട് ഓഫ് ജി ആർ എന്ന് പഠിച്ചു വെക്കരുത്. ഇത് എപ്പോഴും എവിടെ മാത്രമേ ഉള്ളൂ? ഇത് സർഫസിൽ മാത്രമാണ് റൂട്ട് ഓഫ് ജി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓൺലി ഓൺ ദി സർഫസ്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ അതർ പോയിന്റ്സ്. ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ സ്മോൾ ആർ. ജി എം ബൈ സ്മോൾ ആർ. ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിനകത്ത് എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? എക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. റേഡിയസ് ആർ ആണ്. എർത്തിന്റെ റേഡിയസ് സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ ആണ്. So this orbital velocity can be written as root of gm by r plus x. സ്മോൾ ആർ എന്ന് പറയുന്നത് r plus x. ഈ സർഫസിലെ ജിയും ജിഎമ്മും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലെ? സർഫസിലെ ജി എന്ന് പറയുന്നത് എന്താണ്? gm by capital R square ആണ്. gm by capital R square ആണ്. So that can be substituted. അങ്ങനെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So VO will be equal to square root of gm, sorry, ഇത് gr square എന്ന് വരും. gm is equal to gr square എന്ന് വരും. gm ന് എന്ത് എഴുതാം? gr square എന്ന് വരും. So gr square divided by r plus x. gr square divided by r plus x. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. റൂട്ട് ഓഫ് ജി ആർ സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. വളരെ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 28. The escape velocity of a body projected vertically upward from the surface of Earth is 11 km per second. If it is projected at an angle of 45 degrees with the vertical, the escape velocity will be. ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. Escape velocity is independent of angle of projection. അതിന്റെ ഡെറിവേഷൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഒക്കെ എവിടെയെങ്കിലും വന്നോ? ഇല്ലല്ലോ. So it is independent of mass, it is independent of angle of projection. Option C will be the answer. It is independent of angle of projection. Okay. അടുത്തത്, the kinetic energy needed to project a body of mass m from the surface of the earth to infinity is. സർഫസ് നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് എത്തിക്കാൻ വേണ്ടി അതിന്റെ കൈനറ്റിക് എനർജി എത്ര വേണമെന്നാണ്. സർഫസ് നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്താ വരണ്ടേ? എസ്കേപ്പ് വെലോസിറ്റി അല്ലേ വരണ്ടേ? സർഫസിൽ നിന്ന് ഒരാളെ ഇൻഫിനിറ്റിയിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സർഫസിൽ അയാൾക്ക് കൊടുക്കേണ്ട വെലോസിറ്റി ആണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. So kinetic energy is half mv square. That is half m into root 2gr ന്റെ സ്ക്വയർ 2gr mgr. So option C will be the answer. Option C ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. Okay. So that is about gravitation. Gravitation എന്ന് പറയുന്ന ചാപ്റ്റർ ഇതാണ്. ഓൾമോസ്റ്റ് എല്ലാ തിയറിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്രാഷ് ബാച്ചിന് സമയത്തിന് തീർക്കാൻ പറ്റിയില്ല. സോ സമയത്തിന് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നമുക്ക് എക്സാമിനോട് അടുപ്പിച്ചാണ് ഈ ക്രാഷ് ബാച്ച് എൻഡ് ചെയ്യുന്നത്. സോ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല, സമയം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് സമയത്തിന് തീർക്കണം. പിന്നെ കുറച്ച് ചില മൊഡ്യൂൾസ്, അടുത്ത മൊഡ്യൂൾ 4 അല്ലെ, മൊഡ്യൂൾ 4 വളരെ ലെങ്തി ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ട്. സോ അത് തീർക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും. മൊഡ്യൂൾ 4 അതേപോലെ മൊഡ്യൂൾ 5 ഒക്കെ ചിലപ്പോൾ തീർക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ പെട്ടെന്ന് തിയറി പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷനിലൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോ അതോ തിയറി ഇത്രയും സ്പീഡിൽ തന്നെ പോയാലേ തീരുള്ളൂ. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്ലോ ഡൗൺ ചെയ്യാം. പക്ഷെ അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ജസ്റ്റ്
ഈ സ്പീഡിൽ തന്നെ പോവാം. സ്ലോ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് സ്പീഡ് പോയാൽ മതിയോ? അല്ലെ, പറയണേ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ ഇതിനെ വരുന്നത്. എന്തെങ്കിലും ഒന്ന് പറയൂ. സ്ലോ ഡൗൺ. എല്ലാരും മുങ്ങിയോ? ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് കിടക്കാൻ പോയോ? ഹലോ. ആ, ഓക്കെ ഓക്കെ. ഈ മൊഡ്യൂളിലുള്ള അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അടുത്തത്. അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ. സോ അത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ 2 ചാപ്റ്റർ യൂസ് ചെയ്തുള്ളൂ, പക്ഷേ ഈ മൊഡ്യൂളിൽ 3 ഉണ്ട്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ. സോ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ്സ്, ഒന്ന് സ്ട്രെസ് അല്ലെ, പിന്നെ സ്ട്രെയിന്, പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതേപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ്. സോ വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ, ഫോഴ്സ് പെർ ഏരിയ. ഇതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അതേപോലെ സ്ട്രെയിൻ എന്താണ്? വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതിനാണ് ആ ഡയമെൻഷൻ എന്താവും? ഇറ്റ് ക്യാൻ ബി ലെങ്ത്, ഇറ്റ് ക്യാൻ ബി ഏരിയ, ഇറ്റ് ക്യാൻ ബി വോളിയം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ. സോ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. സോറി, സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ആ ഡയമെൻഷൻ എന്താവും? ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ക്യാൻ ബി എനിത്തിങ്. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു റോഡ് എടുത്തിട്ട് ഇവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു എൻഡ് ഫിക്സ് ചെയ്തു, ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ദിസ് റോഡ് വിൽ ഓട്ടോമാറ്റിക്കലി എലോങ്ങേറ്റ് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ അല്ലെ, അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്താണ്? ദാറ്റ് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ 3 രീതിയിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ ലെങ്ത് മാറുന്ന സംഭവമാണ് അല്ലെ, ലെങ്ത് മാറുന്ന സംഭവത്തിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. സോ ഇറ്റ്സ് ലെങ്ത് വിൽ ഇൻക്രീസ്, ഒറിജിനൽ ലെങ്ത് എൽ ആണെന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ ലെങ്ത് L0. സോ അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് ഞാൻ തൽക്കാലം സിഗ്മ എന്ന് എടുക്കുന്നുണ്ട്. ചിലവർ എസ് എന്നൊക്കെ എടുക്കാറുണ്ട്, ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്ട്രെസ് ക്യാൻ ബി എസ് ഓർ എനിത്തിങ്. സിഗ്മ is given by force divided by ഈ റോഡിന്റെ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഫോഴ്സ് ഡിവൈഡ് ബൈ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റോഡ്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ഞാൻ എപ്സിലോൺ എന്നാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ. Now from this we can write elongation. എങ്ങനെ എഴുതാം? From this we can write elongation. അല്ല, പിന്നെ അതിലോട്ട് പിന്നെ വരാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള സംഭവം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്.
നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ദി, ശരിക്കും പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഏതായാലും കുഴപ്പമില്ല. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. Strain is directly proportional to stress. So strain is equal to, stress is equal to some constant into strain, or stress by strain. Stress by strain is a constant. This constant is called modulus of elasticity. ആ കോൺസ്റ്റന്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോനെ, ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിന് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ നമ്മൾ 3 ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയാറുണ്ട്. അതിനകത്ത് ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇൻ ദി കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. So Young's modulus of elasticity is given by longitudinal stress divided by longitudinal strain. Longitudinal stress divided by longitudinal. So what is longitudinal stress? F by A divided by what is longitudinal strain? Delta L by L. Okay. So from this we can write elongation is equal to FL by AY. Elongation is equal to FL by AY. Okay. So delta L is equal to FL by AY. Or from this, വേറെ രീതിയിൽ എഴുതാണെങ്കിൽ force is equal to, ഇതിനകത്ത് നിന്ന് എങ്ങനെ എഴുതാം? AY by L into delta L എന്ന് എഴുതാം. Force is equal to, റീഅറേഞ്ച് ചെയ്താൽ ഒക്കെ റീഅറേഞ്ച്മെന്റ് കേട്ടോ. ഈ F by A delta L by L അതിനെ റീഅറേഞ്ച് ചെയ്താണ് delta L is equal to FL by A. Force is equal to AY by L into delta L എന്ന് എഴുതാം. സോ അപ്പൊ ഇത് ഏതുപോലെയാണ്? ഹൗ ഇസ് ദിസ് ലൈക്ക് ദിസ്? ഈ ഡെൽറ്റ എൽ എന്താ? എലോങ്ങേഷൻ. അപ്പുറത്ത് AY by L എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? സോ ദിസ് ഈസ് ഓഫ് ദി ഫോം F is equal to KX. F is equal to KX. ബേസിക്കലി എന്താണ്? സ്പ്രിങ് പോലെ അല്ലെ? സ്പ്രിങ് പോലത്തെ. സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് എന്താ? ഫോഴ്സ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ്. റെസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഈസ് K into elongation. അപ്പൊ ഇതിനകത്തും some constant K into elongation വരും. So K is equal to AY by L ആണ്. Where K is AY by L. ഞാൻ സ്പ്രിംഗിൽ വർക്ക് എനർജി പവറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ദി സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി സ്പ്രിംഗ് എന്ന് പറഞ്ഞിരുന്നു. അതും ഇതുമായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി സ്പ്രിംഗ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. And strain എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എലോങ്ങേഷൻ ഡിവൈഡ് ബൈ അല്ല ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ എലോങ്ങേഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ എലോങ്ങേഷൻ, ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻ. ഇനി അടുത്തതാണ് വോളിയം സ്ട്രെസ്, വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, സോ വോളിയം സ്ട്രെസ് ഓർ വോളിയം സ്ട്രെയിൻ. എങ്ങനെയാണ് ഒരു ബോഡിയുടെ വോളിയം നമ്മൾ ചേഞ്ച് ചെയ്യുക? സപ്പോസ് നമ്മളൊരു ആർബിട്രറി ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്, ഇതിന്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ അപ്ലൈ ചെയ്യും. വി അപ്ലൈ പ്രഷർ ഫ്രം ഓൾ ദി സൈഡ്സ്. ഓൾറെഡി ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. അപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സംഭവത്തിന് നമ്മൾ എല്ലാ സൈഡിൽ നിന്നും പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഡെൽറ്റ പി എന്ന് പറയുന്ന ഒരു പ്രഷറും കൂടി അപ്ലൈ ചെയ്തു. സോ വോളിയം സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ വോളിയം സ്ട്രെയിൻ എന്തായിരിക്കും? വോളിയം സ്ട്രെയിൻ വിൽ ബി ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം.
Volume strain will be change in volume divided by original volume. Okay. So volume stress എന്താണ്? സ്ട്രെസ് എന്തായിരിക്കും ഇവിടെ? ഫോഴ്സ് ബൈ ഏരിയ. അതെന്ത് തന്നെയായിരിക്കും ഇവിടുത്തെ? പ്രഷർ തന്നെയായിരിക്കും. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ തന്നെയായിരിക്കും. ഓക്കെ, പ്രഷർ ഈസ് ഓൾസോ ഫോഴ്സ് ബൈ ഏരിയ. എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ തൽക്കാലം നോക്കേണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. സോ ഇവിടെ വരുന്ന ബൾക്ക്, ഇവിടുത്തെ മോഡുലസിന്റെ പേരാണ് ബൾക്ക് മോഡുലസ്. ഈ കേസിൽ വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബി ഇസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്. സോ ദാറ്റ് ഈസ് സ്ട്രെസ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ആണ്, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു മൈനസ് സൈൻ ഇടുന്നുണ്ട്. മൈനസ് സൈൻ ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ ഇടുന്നതെന്ന് ചോദിച്ചാൽ, വൈ ഐ എം പുട്ടിങ് മൈനസ് സൈൻ ഹിയർ? ബിക്കോസ് പ്രഷർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി പോസിറ്റീവ് ആയിരിക്കും. പ്രഷർ കൂട്ടുമ്പോൾ ഡെൽറ്റ പി പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ പി അല്ലെ, പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രഷർ ഇൻക്രീസസ് അല്ലെങ്കിൽ ഡെൽറ്റ പി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി നെഗറ്റീവ് ആയിരിക്കും. കാരണം വോളിയം ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യാം. ആസ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്. സോ ഡെൽറ്റ വി നെഗറ്റീവ് ആയിരിക്കും. ഇഫ് ഡെൽറ്റ പി ഇസ് പോസിറ്റീവ്, ഡെൽറ്റ വി വിൽ ബി നെഗറ്റീവ്. പക്ഷെ ബൾക്ക് മോഡുലസ് ഒക്കെ നമ്മൾ എന്തിന്റെ ടേംസിലാ പറയാം? ബൾക്ക് മോഡുലസ് ഒക്കെ നമ്മൾ എന്തിന്റെ ടേംസിലാ പറയാം? മോഡുലസ് ഒക്കെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എല്ലാ മോഡുലസും, മോഡുലസ് എന്ന് പറയുമ്പോൾ തന്നെ പോസിറ്റീവ് അല്ലേ. സോ എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും എന്താണ്? ഓൾ ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ പോസിറ്റീവ്. അതുകൊണ്ട് ഇതിനകത്ത് ഡെൽറ്റ പി പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ വി നെഗറ്റീവ് ആയിരിക്കും. സോ മൊത്തത്തിൽ ആ ടേം നെഗറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൈനസ് സൈൻ കൊണ്ടുവന്നത്. ഓക്കെ, മൈനസ് സൈൻ കൊണ്ടുവന്നത്. So that is about volume stress and bulk modulus. ഇനി അടുത്തുള്ളതാണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഓർ റിജിഡിറ്റി. ഷിയർ സ്ട്രെസ് ഓർ റിജിഡിറ്റി മോഡുലസ്. സോ ഷിയർ സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുക്കാം, ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് എടുത്തു, അതിന്റെ താഴെ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. അതിന്റെ താഴെ ഞാൻ ഫിക്സ് ചെയ്തു. ഇവിടെ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്തായിട്ട് മാറും? ഇതൊന്ന് ഓരോ ലെയറും എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. ഇതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാവും. സേ ഡിസ്പ്ലേസ്മെന്റ് സേ എക്സ് ആണെന്ന് വിചാരിച്ചു. ദി ഡിസ്പ്ലേസ്മെന്റ് ഈസ് എക്സ് ആൻഡ് ദിസ് ലെങ്ത് ഈസ് എൽ. ഈ സൈഡിലെ ലെങ്ത് എൽ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ലെങ്ത് ഈസ് എൽ. അപ്പൊ ഇവിടെ നോക്കുക, വീഡിയോകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, വീഡിയോകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനിവിടെ ഒരു ബുക്ക് എടുത്തു. ടേക്കിംഗ് എ ബുക്ക് അല്ലെ. സോ ഇതിനകത്ത് എന്താണ്, ഞാനൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിക്കും അല്ലെ. ഷേപ്പ്, റിജിഡിറ്റി മോഡുലസ് പറഞ്ഞാൽ ബേസിക്കലി റിജിഡ്, അതിന്റെ ഷേപ്പ് മാറുന്നതാണ് റിജിഡിറ്റി മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് ഇപ്പൊ റെക്ടാങ്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാരലലോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെ മാറും അല്ലെ. സോ ഇങ്ങനെ ഒരു ഷേപ്പ് മാറുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ, stress is equal to force by tangential area. Force by area ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഏത് ഏരിയയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഏരിയ, അതായത് മുകളിലുള്ള ഏരിയ. അപ്പൊ ഈ കേസിൽ ഏത് ഏരിയ ആണ് എടുക്കേണ്ടത്? ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഏത് സർഫസിലാ, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നത് ഏതിലാ? മുകളിലത്തെ സർഫസ്. ഓക്കെ, ഈ മുകളിലെ സർഫസിലെ ഏരിയ ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. യു ഹാവ് ടു ടേക്ക് ദി ഏരിയ ഓഫ് അപ്പർ സർഫസ്. അപ്പർ സർഫസിന്റെ ഏരിയ ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പർ സർഫസ് ആണ് ഈ കേസിൽ എടുക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഷിയർ സ്ട്രെസ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത്. ഷിയർ സ്ട്രെയിൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റിജിഡിറ്റി സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ എങ്ങനെയാണ്? ഷിയർ അല്ലെങ്കിൽ റിജിഡിറ്റി എന്ന് പറയും. ഷിയർ സ്ട്രെയിൻ നമ്മൾ ഇതുവരെ പറഞ്ഞ ഡെഫിനേഷൻ വെച്ചിട്ടല്ല നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ലെയർ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലെയർ divided by distance to the layer from fixed surface. From fixed layer. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. Displacement of the layer divided by
the distance to the layer from the fixed layer. Okay. സോ ഇത് വേറെ രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എക്സ് ആണ്. അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എൽ ആണ്. സോ ദിസ് ഈസ് എക്സ് ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ which is approximately equal to theta. Small displacement ഉണ്ടാവുള്ളൂ. For small values of theta, tan theta is approximately equal to theta. പഠിച്ചിട്ടില്ലേ മാത്സിലെ? ലിമിറ്റ് theta tends to 0, tan theta by theta is equal to 1. അല്ലേ? അല്ലെങ്കിൽ ലിമിറ്റ് theta tends to 0, sin theta by theta is equal to 1 എന്നൊക്കെ പറയുന്ന ലിമിറ്റ്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? റിജിഡിറ്റി മോഡുലസ് ഡിഫൈൻ ചെയ്യുന്നത്. വി ഡിഫൈൻ റിജിഡിറ്റി മോഡുലസ് ലൈക്ക് ദിസ്. സോറി, സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും റിജിഡിറ്റി മോഡുലസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ റിജിഡിറ്റി മോഡുലസ് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഷിയർ മോഡുലസ്, റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. You have to define shear modulus. Shear modulus is given by shear stress divided by shear strain. So shear stress എന്താണെന്ന് വെച്ചാൽ F by A തന്നെ. ഷിയർ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ പലരും പല സിമ്പിൾ യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈറ്റയാണ്. ഈറ്റ നമ്മൾ വിസ്കോസിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈറ്റ. സോ ഈറ്റ ഇസ് ഈക്വൽ ടു F by A തീറ്റ. ഓക്കെ, F by A തീറ്റയാണ് ഈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈറ്റ ഇസ് ഈക്വൽ ടു F by A തീറ്റ. സോ ദാറ്റ് ഈസ് റിജിഡിറ്റി മോഡുലസ്. ഇത്രയാണ് റിജിഡിറ്റി മോഡുലസിന്റെ കേസ്. ഇനിയും ഇതിനകത്ത് കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം. തൽക്കാലം എന്തെങ്കിലും ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇതുവരെ പറഞ്ഞതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി പ്രഷർ ഹാസ് ടു ബി അപ്ലൈഡ് അറ്റ് ദി എൻഡ്സ് ഓഫ് എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 10 cm ടു കീപ് ഇറ്റ്സ് ലെങ്ത് കോൺസ്റ്റന്റ് when its temperature is raised by 100 degrees Celsius. സോ തൽക്കാലം അത് കുഴപ്പമില്ല. അത് നമുക്ക് തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞിട്ട് ചെയ്യാം. 38 അപ്പൊ എന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. 38 അപ്പൊ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 blocks of masses M and 3M are connected by means of a metal wire of cross-sectional area A and passing over a frictionless pulley as shown in the figure. The mass is then released. If M is equal to 2M, then the stress produced in the wire is. What is the stress produced in the wire? So ഇത് സിംപ്ലി ഈ ടോപ്പിക് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ചെയ്യണം? ലോസ് ഓഫ് മോഷനും കൂടി യൂസ് ചെയ്തിട്ട് സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആ സ്ട്രിങ്ങിനുള്ള ഫോഴ്സ് എന്താണ്? സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ദി ടെൻഷൻ. ടെൻഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ആണ് ചെയ്യുന്നത്. So you have to find the tension. You have to find the tension here. So tension കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടെൻഷൻ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഞാൻ ലോസ് ഓഫ് മോഷനിൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഒന്നുകിൽ ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം ഇൻഡിവിജ്വലി വരച്ചിട്ടും ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഈസ് 2M, ഹിയർ ഇറ്റ് ഈസ് M. ക്യാപിറ്റൽ M is equal to 2M ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങോട്ടുള്ള ഫോഴ്സ് 2mg, ഇങ്ങോട്ടുള്ള ഫോഴ്സ് mg. ആക്സലറേഷൻ എന്താ വരിക? നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് അല്ലെ? നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇസ് ദി ആക്സലറേഷൻ. നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇസ് ദി ആക്സലറേഷൻ. നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് എത്രയാ? ഒരു സൈഡിൽ നിന്ന് 2mg വലിക്കുന്നു, മറ്റേ സൈഡിൽ mg വലിക്കുന്നു. 2mg minus mg divided by total mass is 2m plus m, that is g by 3. mg divided by 3m, that is g by 3. ഇനി ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? How can we find tension? Tension is marked always away from the body. Draw the free body diagram of any of the body. ഏതെങ്കിലും ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. സോ ഞാൻ ഈ സ്മോൾ എമ്മിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മോളിലോട്ടാണ് ആക്സലറേഷൻ ഉള്ളത്. സോ സ്മോൾ എമ്മിന്റെ ഇക്വേഷൻ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ വരിക? സ്മോൾ എമ്മിന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ലോസ് ഓഫ് മോഷനിൽ പഠിപ്പിച്ചതല്ലേ? സ്മോൾ എമ്മിന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയും, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ടി മൈനസ് എം ജി ആണോ mg മൈനസ് ടി ആണോ? ടി മൈനസ് എം ജി അല്ലെ? ടി മൈനസ് എം ജി ബൈ എം എന്ന് വരും.
So acceleration is g by 3. So t minus mg is equal to mg by 3. T is equal to mg plus mg by 3 എന്ന് വരും. That is 4 mg by 3. So tension കിട്ടി 4 mg by 3. Stress is equal to tension by area. Force by area എന്ന് വരും. String force എന്ന് പറയുന്നത് tension ആണ്. So that is 4 mg by 3a. Okay, 4 mg by 3a. 4 mg by 3a. So option B will be the answer. ഈ വേണമെങ്കിൽ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം കേട്ടോ. 2m ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പൊ ഇക്വേഷൻ നേരെ തിരിയും. ഇക്വേഷൻ എന്ത് വരും? 2mg minus t by 2m. 2mg minus t by 2m is equal to g by 3 എന്ന് വരും. അതിനർത്ഥം ടെൻഷൻ കണ്ടുപിടിക്കാം. അതിനകത്ത് 2mg minus t എന്ന് വരും, കാരണം അതിന്റെ ആക്സിലറേഷൻ താഴേക്കാണ്, താഴേക്കുള്ള ഫോഴ്സ് കൂടുതലായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. A steel wire can sustain 100 kg weight without breaking. If the wire is cut into 2 equal parts, each part can sustain the weight of. ഇപ്പൊ എപ്പോഴാണ് ഇത് ബ്രേക്ക് ചെയ്യാന്ന് ചോദിച്ചാല് സാധാരണ ഈ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ചോദിക്കാറുണ്ട്. ഒരു സാധനത്തിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുക എപ്പോഴാണെന്ന് ചോദിച്ചാല് എഞ്ചിനീയറിംഗിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് പറയും. സ്ട്രെസ് കൂടുമ്പോഴാണ്, സ്ട്രെയിൻ കൂടുമ്പോഴാണ്, എനർജി കൂടുമ്പോഴാണ്, അങ്ങനെ പല സിറ്റുവേഷൻസ് പറയും. ആസ് ഓഫ് നൗ +1 +2 പറയുമ്പോൾ എന്താണ്? ഇറ്റ് ബ്രേക്സ് when stress is more than breaking stress. സ്ട്രെസ്സിന്റെ വാല്യൂ ബ്രേക്കിംഗ് സ്ട്രെസ്സിനെക്കാളും കൂടുതലാവുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ചില നമ്മള് ഹയർ ലെവലിലൊക്കെ പോവാണെങ്കിൽ ചിലപ്പോൾ സ്ട്രെയിനെ കൂടുതൽ, നമ്മൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സ്ട്രെസ്സിന്റെ വാല്യൂ ബ്രേക്കിംഗ് സ്ട്രെസ്സിനെക്കാളും കൂടുതലാണെങ്കിൽ മെറ്റീരിയൽ വിൽ ബ്രേക്ക്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. നമ്മളൊരു റോഡ് വയർ ഉണ്ടായിരുന്നു, അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. സോ വി ഹാഡ് എ വയർ, അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 ഹാഫ് ആക്കി, ഒരു സ്മോളർ ലെങ്ത്. ഇനി ഇതില് ബ്രേക്കിംഗ് സ്ട്രെസ് മാറും. അപ്പോ ഏരിയ മാറുന്നുണ്ടോ? ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. സ്റ്റീലിനാണെങ്കിൽ ഇത്ര വരെ സ്ട്രെസ് പോവാം, അലൂമിനിയം ആണെങ്കിൽ ഇത്ര വരെ സ്ട്രെസ് പോവാം, അങ്ങനെയാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ. ഈ വയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്താലും ബ്രേക്കിംഗ് സ്ട്രെസ് മാറില്ല. ദാറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ, അതായത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിന്റെ ഏരിയ മാറോ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നുണ്ടോ? Will the area of cross section of this rod changes? പെട്ടെന്ന് പറയാം, ഇല്ല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതേപോലെ തന്നെ നിൽക്കും. ഏരിയ, ആ വയറിന്റെ ഏരിയ എത്രയാണോ അത് അതേപോലെ തന്നെ നിൽക്കും. സോ ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ, ഏരിയ റിമെയിൻസ് സെയിം. സോ ആ ഫോഴ്സ്, അതിന് താങ്ങാൻ പറ്റുന്ന ഫോഴ്സും അപ്പൊ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോഴ്സ് വിൽ ബി സെയിം. ഇനി അതിന് പകരം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താലോ? ഇഫ് വി കട്ട് അലോങ് ദി ലെങ്ത്, ഇങ്ങനെ കട്ട് ചെയ്ത ഏരിയ മാറുമോ? ഓരോ സെഗ്മെന്റിന്റെയും ഏരിയ മാറുമോ? യെസ്, ഏരിയ പകുതിയാവും. അപ്പൊ ഏരിയ പകുതിയാവുമ്പോൾ താങ്ങാൻ പറ്റുന്ന ലോഡും എന്താവും? ഓട്ടോമാറ്റിക്കലി പകുതിയാവും. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സെയിം. ഇൻ ദിസ് കേസ് ഇറ്റ് വിൽ ബി സെയിം, 100 kg. സോ ഇത് കട്ട് ഇൻ ടു 2 ഈക്വൽ പാർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തു. വയറിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അലോങ് ദി ലെങ്ത് കട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നടുവിൽ കട്ട് ചെയ്തു. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഏകദേശം സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി ഇതിലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ മൊഡ്യൂൾ 4 അല്ല, മൊഡ്യൂൾ 5 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4 കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ കുറച്ച് ടൈം 5 മിനിറ്റ് 10 മിനിറ്റ് സേവ് ചെയ്തിട്ട് വേണം മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാൻ. സോ മൊഡ്യൂൾ 5 ഞാൻ അവസാനം എടുക്കും. സോറി, മൊഡ്യൂൾ 4 ഞാൻ അവസാനം എടുക്കുന്നുള്ളൂ. അടുത്തത് മൊഡ്യൂൾ 5 ആണ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ
താങ്ക് യു.